أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما قدروا الله حق قدره والأرض جميعا قبضته يوم القيامة والسماوات مطويات بيمينه سبحانه وتعالى عما يشركون. وأشرقت الأرض بنور ربها ووضع الكتاب ما عملت وهو أعلم بما يفعلون. صدق الله العظيم. الحمد لله رب العالمين والصلاة والسلام على سيدنا ونبينا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഈ മഹല്ലിൻ്റെ ഖതീബും എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരനും അയൽവാസിയുമായ ബഹുമാനപ്പെട്ട യൂനുസ് ഫൈസി ഉസ്താദ് അവറുകളെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള പണ്ഡിതന്മാരെ, നാട്ടുകാരെ, വിദ്യാർത്ഥിനികളെ, കാരണവന്മാരെ, കമ്മിറ്റി ഭാരവാഹികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അവൻ ഇഷ്ടപ്പെട്ട മാർഗത്തിലാക്കി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തഖീങ്ങളിലും സ്വാലിഹീങ്ങളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിക്കുന്ന കാലമത്രയും ഇസ്സത്തോടെ അഭിമാനത്തോടുകൂടെ ജീവിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അവസാനം മരിക്കുന്ന സമയം പരിപൂർണ ഈമാനോടുകൂടെ മരിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടെയാണ് ഇവിടെ ഇരിക്കുന്നത്. അതിമനോഹരമായ ഒരു പള്ളിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് ആ പള്ളിയിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ ഓരോ ആളുകളുടെയും മനസ്സിന് കിട്ടുന്ന ആ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഈ പള്ളിക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഓരോ ആളുകൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഈ പള്ളി ഇവിടെ ഉണ്ടാക്കുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഈ നാട്ടിലുള്ള ആളുകൾ, ചെറുപ്പക്കാരായ ആളുകൾ, ഇതിനു വേണ്ടി രാവും പകലുമില്ലാതെ അധ്വാനിച്ച് ഇതിനു വേണ്ടി സംഭാവന നൽകിയവരും പ്രവർത്തിച്ചവരുമായ ആളുകൾ,
അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗ്ഗത്തിൽ ഒരു ഭവനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അവന്റെ മുത്തഖീങ്ങളിലും സ്വാലിഹീങ്ങളിലും പെടുത്തുമാറാവട്ടെ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. അവരുടെ എല്ലാവരുടെയും ഖബറിലേക്ക് ഇതിന്റെ സവാബിനെ അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. നാളെ ആഖിറത്തിലെത്തുമ്പോൾ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അവർക്കെല്ലാവർക്കും ഇതിനു വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ സുദീർഘമായ വലിയ ഒരു പ്രഭാഷണം നടത്തുന്നില്ല. കുറഞ്ഞ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. വളരെ സന്തോഷം തോന്നുന്നു. ഒരുപാട് ചെറുപ്പക്കാർ, ഈ നാട്ടിലുള്ള ചെറുപ്പക്കാരല്ലാത്തവരും വയസ്സായ ആളുകളുമൊക്കെ വളരെ ശ്രദ്ധാപൂർവം ഇവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോ നിമിഷങ്ങൾക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെല്ലാവരും മുഅ്മിനീങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം അല്ലാഹു നമ്മെ എല്ലാവരെയും മുഅ്മിനീങ്ങളാക്കി എന്നുള്ളതാണ്. നമ്മെല്ലാവരെയും അവൻ ഈമാനിന്റെ ആളുകളാക്കി മാറ്റി എന്നുള്ളതാണ്. അത് നമ്മളുടെ പ്രവർത്തനം കൊണ്ടല്ലാതെ അല്ലാഹു നമുക്ക് നൽകിയതാണ്. അതങ്ങനെ തന്നെ നമുക്ക് കാത്തു സൂക്ഷിക്കൽ നമ്മുടെ ബാധ്യതയാണ്. മരിക്കുന്നത് വരെ പരിപൂർണ ഈമാനോടുകൂടെ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളെല്ലാവരും ജീവിതത്തിൽ നമ്മുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കുന്നവരാണ്. ശരീരത്തിന് വേണ്ടി ഭക്ഷണം നൽകുന്നവരാണ്. എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ശരീരത്തിന് മരുന്ന് നൽകുന്നവരാണ്. എന്തെങ്കിലും ഒരു ക്ഷീണം കാണുമ്പോൾ ചെക്കപ്പ് നടത്തുന്നവരാണ്. ചിലപ്പോൾ ഷുഗർ കൂടി കുറഞ്ഞു, അതല്ലെങ്കിൽ പ്രഷർ കൂടി കുറഞ്ഞു, അതിനൊക്കെ ഇന്ന് ഓരോ ആളുകൾക്കും ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഓരോ ആളുകളും ഡോക്ടർമാരാണെന്ന്. അതിനുവേണ്ട സംവിധാനങ്ങളൊക്കെ ഓരോ ആളുകളും ഇങ്ങനെ നമ്മുടെ ശരീരത്തിന് നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ശരീരത്തിന് ആരോഗ്യം കിട്ടുവാൻ വേണ്ടി പല ആളുകളും ജിമ്മിൽ പോകുന്നു, നടക്കാൻ വേണ്ടി പോകുന്നു, വ്യായാമത്തിന് ഇറങ്ങുന്നു. അതൊക്കെ നല്ലതാണ്. ഇതെല്ലാം നല്ലതാണ്. ഡോക്ടർ നടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും നടക്കണം. വ്യായാമം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും നിർബന്ധമായും വ്യായാമം ചെയ്യണം. അത് അത്യാവശ്യമാണ് നമ്മുടെ ശരീരം നിലനിൽക്കുവാൻ. അതെല്ലാവരും കാത്തു സൂക്ഷിക്കുന്നവരാണ്. ഇല്ലെങ്കിൽ അത് കാത്തു സൂക്ഷിക്കണം. നമ്മളൊരു സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോൾ എല്ലാവരും ടൂർ പോകുകയാണെന്ന് സങ്കല്പിക്കുക. ഒരു വാഹനത്തിൽ 8 or 10 ആളുകളുണ്ടെന്ന് സങ്കല്പിക്കുക. അങ്ങനെ നമ്മളിങ്ങനെ യാത്ര പോകുകയാണ്. അങ്ങനെ ഉച്ചസമയമായപ്പോൾ ഏകദേശം ഒരു 12:30-1 മണി സമയമായാൽ വാഹനത്തിന്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ആളുകൾ പറയും, എവിടെങ്കിലും എന്താ പറയാ, എവിടെങ്കിലും ഹോട്ടൽ കണ്ടാൽ ഒന്ന് ചവിട്ടണേ എന്ന് പറയും. എവിടെങ്കിലും ഒരു ഹോട്ടൽ കണ്ടാൽ ഒന്ന് ചവിട്ടണേ, ഭക്ഷണം കഴിക്കണം, എവിടെങ്കിലും നിർത്തണേ. ഡ്രൈവർ ഇങ്ങനെ 2 സൈഡ് ഇങ്ങനെ നോക്കുമ്പോ ഒരു ഹോട്ടൽ കണ്ടു, അത്ര പോരാ, അടുത്തിൽ ചവിട്ട, അങ്ങനെ പോയി. അങ്ങനെ അടുത്തത് ഇങ്ങനെ കാണുമ്പോ അത് കഴിഞ്ഞല്ലോ. അപ്പൊ ആളുകളോട് ഏൽപ്പിക്കും, എവിടെ കാണുകയാണെങ്കിൽ നിങ്ങൾ പറയണം. അങ്ങനെ 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 പോയി 1:30 പറ്റിയ ഹോട്ടലൊന്നും കണ്ടില്ല. അങ്ങനെ അടുത്തടുത്ത് നമുക്ക് ശരിയാക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ 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 പോകും. അങ്ങനെ പോയി കുറെ എത്തിക്കഴിഞ്ഞാൽ 1:30 മണി കഴിഞ്ഞു, 1:45, 2 മണിയായി. 2 മണിയായി കഴിഞ്ഞാൽ വാഹനത്തിന്റെ ബാക്കിൽ നിന്നുള്ള ആളുകളുടെ സംസാരത്തിന്റെ സ്വഭാവം മാറും. എവിടെങ്കിലും വണ്ടി കണ്ടാ ചവിട്ടനട്ടോ, എവിടെങ്കിലും ഹോട്ടല് കണ്ടാലൊന്ന് നിർത്തനട്ടോ എന്നുള്ളത്
ഒരു ചെറിയ ഗൗരവത്തോടുകൂടെ പറയാൻ തുടങ്ങും. 2 മണി എന്നുള്ളത് 2:30 കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക്, ഒരു എൻഡിലേക്ക്, ഒരു സ്റ്റോപ്പിലേക്ക് എത്തിയിട്ട് നമുക്കവിടെ നിർത്താമെന്ന് വിചാരിച്ച ആളുകൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ബാക്കിൽ നിന്നുള്ള ആളുകൾ പറയും, എല്ലാവർക്കും വിശക്കുന്നുണ്ടോ, എവിടെങ്കിലൊക്കെ ഒന്ന് നിർത്തണേ എന്ന് പറയും. 2:30 എന്നുള്ളത് 3 മണിയായി കഴിഞ്ഞാൽ ആളുകളുടെ സ്വഭാവം മാറും. ആളുകൾ പറയും, ഷുഗറും പ്രഷറൊക്കെ ഉള്ള ആളുകളാണ്, എവിടെങ്കിലും ഒന്ന് നിർത്തടോ എന്ന് പറഞ്ഞു നിർത്തുന്നതാണ്. അങ്ങനെ ചിലപ്പോൾ നമ്മൾ അവസാനം എവിടെങ്കിലും ഭക്ഷണം കഴിക്കുന്നത് സാധാരണയാണ്. ചിലപ്പോ നേരത്തെ നല്ല നല്ല ഹോട്ടലുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അവസാനം ഏതെങ്കിലും ഒരു പുടുത്തമുട്ട ഹോട്ടലിൽ പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഭക്ഷണം കഴിച്ചിട്ട് വേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോന്ന കഥ എല്ലാവർക്കും അറിയാം. ഞാൻ എന്തിനാണത് പറഞ്ഞതറിയുമോ? ഇങ്ങനെ നമ്മുടെ 1 മണിയായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നമ്മളോട് ഇങ്ങനെ പറയുകയാണ്, ഭക്ഷണം കഴിച്ചിട്ടില്ലട്ടോ. 1:30 ആ പറച്ചിൽ നമ്മുടെ ശരീരം ഇങ്ങനെ നമ്മളോട് മന്ത്രിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ. 2 മണിയായി കഴിഞ്ഞാൽ ഓരോ ആളുകളുടെയും ശരീരം അവനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുള്ളത്. ഇത് ശരീരത്തിനുള്ള ഭക്ഷണമാണെങ്കിൽ ശരീരത്തിന്റെ ഉള്ളിൽ മറ്റൊന്നുകൂടെ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ആത്മാവ്. ശരീരമുണ്ടാകുന്നതിന്റെ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എന്റെയും നിങ്ങളുടെയും റൂഹിനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. ആ റൂഹിനും ഭക്ഷണമുണ്ട്. ആ റൂഹിന്റെ ഭക്ഷണം നമ്മൾ നൽകുന്നില്ല. ആ റൂഹിന്റെ ഭക്ഷണവും നമ്മൾ കറക്റ്റായി നൽകണം. ശരീരത്തിന്റെ ഭക്ഷണം നമ്മൾ മറന്നു പോകണ്ട. അതോടുകൂടെ തന്നെ നമ്മുടെ ആത്മാവിന്റെ ഭക്ഷണവും നമ്മൾ നൽകിക്കൊണ്ടേയിരിക്കണം. നമ്മളിവിടെ 2ാമത്തെ ഒരു ലോകത്താണ് ഇപ്പൊ നമ്മളിങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും ഒരു ലോകത്ത് ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഒരു ലോകം നമുക്ക് കഴിഞ്ഞുപോയി. ഒരു ലോകം നമുക്ക് കഴിഞ്ഞുപോയി. ഞാനും നിങ്ങളും ആ ലോകത്തുണ്ടായിരുന്നു. ഞാനും നിങ്ങളും അവിടെ കണ്ടുമുട്ടിയത് കൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളും കണ്ടുമുട്ടിയത്. ഈ ലോകത്തിന്റെ മുമ്പ് നമുക്ക് വേറെ ലോകം ഉണ്ടായിരുന്നു. ആ ലോകത്തിന്റെ പേരാണ് ആലമുൽ അർവാഹ്, റൂഹുകളുടെ ആത്മാക്കളുടെ ലോകം എന്ന് പറയുന്ന ഒരു ലോകം. അത് ഞാനും നിങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയില്ല. നമ്മുടെ ഈ ബോഡി അന്നില്ല. ഈ കാണുന്ന എല്ലും ഇറച്ചിയുമായിട്ടുള്ള ഈ ബോഡി ഇല്ല. പക്ഷെ ആത്മാക്കൾ മുഴുവനും ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന മുഴുവൻ ആളുകളുടെയും ആത്മാവുകൾ അവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ അല്ലാഹു തആല അവരോട് ചോദിച്ചിട്ടുണ്ട്, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് ചോദിച്ചപ്പോൾ ഖാലൂ ബലാ, ആളുകൾ പറഞ്ഞു അതെ. അവിടെ 4 വിഭാഗമായി തിരിഞ്ഞു. അങ്ങനെയുള്ള 4 വിഭാഗമായി തിരിഞ്ഞ കൂട്ടത്തിൽ നമ്മളും ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ അല്ലാഹു പറഞ്ഞപ്പോ സുജൂദ് ചെയ്തവരായതുകൊണ്ടാണ് നമ്മളെല്ലാവരും മുഅ്മിനീങ്ങളായി ദുനിയാവിൽ ഉണ്ടായത്. അങ്ങനെ മുഅ്മിനീങ്ങളായി മരിക്കുന്ന വിഭാഗത്തിൽ അല്ലാഹു നമ്മെ പെടുത്തുമാറാവട്ടെ. അങ്ങനെ 2ാമത്തെ ഒരു ലോകമാണ് ആത്മാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശരീരത്തിലേക്ക് അങ്ങോട്ട് ഘടിപ്പിച്ച ഈ ലോകം. അതാണ് ആലമുദ്ദുനിയ. എന്താണ് ആലമുദ്ദുനിയ? ഈ ദുനിയാവ്, ഭൂമി ലോകത്തുള്ള ജീവിതം 2ാമത്തെ ജീവിതമാണ്, 2ാമത്തെ ലോകമാണ്. അപ്പൊ 1ാമത്തെ ലോകത്തിന്റെ പേര് ഞങ്ങൾ പറയട്ടോ, ഞാൻ ഇടയ്ക്ക് ചോദിക്കും. ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകം. 2ാമത്തേത് എന്താ പറഞ്ഞ? 2ാമത്തേത് വൺ വേ ശരിയല്ലോട്ടോ, നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ഇത് കഴിഞ്ഞിട്ട് പോകുമ്പോ ഇന്ന് ഞാൻ ഇന്നത് പഠിച്ചു, ഇന്നത്, അങ്ങനെ ഒരു സംതൃപ്തിയോടുകൂടെ പോകണം. ഞാൻ കുറെ നീട്ടി വലിച്ചങ്ങോട്ട് വയന്ന് പറഞ്ഞു, നിങ്ങള് വയന്നങ്ങോട്ട് കേട്ടു. അങ്ങനെ പോകുമ്പോ തരക്കടില്ല, അങ്ങനെ ആരും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ പറയാ, നിങ്ങൾ കേട്ടത് നിങ്ങളെ മനസ്സിൽ അവിടെ വേണം. 2ാമത്തേത് ആലമുദ്ദുനിയ, ഈ ഭൂമിയിലുള്ള ലോകം. ഇനി ഭൂമിയിൽ നിന്ന് നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ ഒരു ലോകത്തേക്കാണ് പോകുന്നത്. ഭൂമിയിൽ നിന്ന് നമ്മൾ പിരിഞ്ഞു പോകേണ്ടതുണ്ട്. ആ ലോകമാണ് ഈ ഭൂമിയിൽ നമ്മൾ കുറച്ചു കാലം ഇങ്ങനെ ജീവിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പിരിഞ്ഞു പോകണം. ആ ലോകം ഖബറിൽ കൊണ്ടുപോയി വെക്കുന്ന ആ ലോകം. ആ ലോകത്തിന്റെ പേരാണ്
ആലമുൽ ബർസഖ്, ബർസഖിയായ ജീവിതം, ബർസഖിന്റെ ലോകം, ആലമുൽ ബർസഖ് എന്നാണ് അതിന്റെ പേര്. മരിച്ചുപോയാൽ ഖബറിൽ കിടക്കുന്ന സമയം, ഖിയാമത്ത് നാൾ വരെ സമയമുള്ളൂ. രണ്ടാമത് സൂറെന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഊതുന്ന സമയം വരെ അതിന്റെ സമയം. ആ സമയത്തുള്ള ആ ലോകത്തിന്റെ പേരാണ് ആലമുൽ ബർസഖ്. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ. ഖബറിൽ നിന്ന് ആളുകൾ, ഓരോ ആളുകളും ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരും. അതുവരെയുള്ള ലോകമാണ് ആലമുൽ ബർസഖ്. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ വേറെ ലോകത്താണ്. ആ ലോകത്തിന്റെ പേരാണ് ആലമുൽ മഹ്ശർ, മഹ്ശറിന്റെ ലോകം. അവിടെയാണ് മറ്റൊരു ലോകമുള്ളത്. അപ്പൊ ഒന്നാമത്തത് ആലമുൽ അർവാ, രണ്ടാമത്തത് ആലമുദ് ദുനിയ, മൂന്നാമത്തത് ആലമുൽ ബർസഖ്, നാലാമത്തത് ആലമുൽ മഹ്ശർ. മഹ്ശർ എന്ന് പറയുന്നത് അല്ലാഹു ആളുകളെ മുഴുവനും ഇനിയും ഒരുമിച്ച് കൂട്ടാൻ പോകുന്നു. ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന മുഴുവൻ ആളുകളെയും ഇനിയും അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടുന്ന മഹ്ശറിൽ. ആ ലോകമാണ് ആലമുൽ മഹ്ശർ എന്ന് പറയുന്നത്. ആ ലോകത്ത് അല്ലാഹു തആല നമ്മെല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നതാണ്. അവിടെ ഇപ്പൊ നമ്മൾ ദുനിയാവിലുള്ളത് വളരെ ചുരുങ്ങിയ കാലം മാത്രമാണ്. മഹ്ശറിലാകട്ടെ സമയം കൊടുത്തോളൂ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, أشهد أن لا إله إلا الله، أشهد أن محمدا رسول الله، أشهد أن محمدا رسول الله. حي على الصلاة، حي على الصلاة، حي على الفلاح، حي على الفلاح. الله أكبر، الله أكبر، لا إله إلا الله. അപ്പൊ നമ്മള് എന്തൊക്കെ പറഞ്ഞപ്പോ എവിടെ എത്തിയത്? ആലമുൽ മഹ്ശർ, മഹ്ശറിലേക്ക്, മഹ്ശറിന്റെ ലോകം എന്ന് പറയുന്ന മറ്റൊരു ലോകം. ഇപ്പൊ എത്രനായി? 4 ലോകമായി. ആ മഹ്ശർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. അവിടെയാണ് ഏറ്റവും സുദീർഘമായ ഒരു ലോകം. ഒരൊറ്റ ദിവസം എന്ന് പറയുന്നത് 50,000. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 എന്ന് പറഞ്ഞാൽ 50,000 വർഷത്തിന്റെ ദൈർഘ്യമാണ് അവിടെ.
ഒരൊറ്റ ദിവസം 50,000 മണിക്കൂറല്ല, 50,000 ദിവസമോ മാസമോ അല്ല, 50,000 വർഷത്തിന്റെ ദൈർഘ്യമാണ് ആ മഹ്ശറിന്റെ ഒരൊറ്റ ദിവസം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോ അങ്ങനെ ഒരു ലോകം. അത് കഴിഞ്ഞാൽ പിന്നെ അൽ ജന്നത്തു വന്നാർ, നരകം അല്ലെങ്കിൽ സ്വർഗം. ഇങ്ങനെയുള്ള 5 ലോകമാണ് മനുഷ്യനുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് നമ്മളിപ്പോ ദുനിയാവെന്ന് പറയുന്ന 2ാമത്തെ ലോകത്തിലാണ് നമ്മളെല്ലാവരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിന് നമ്മൾ ഭക്ഷണം കൊടുക്കാൻ നമ്മൾ ഒരിക്കലും മറക്കുന്നില്ല. നമുക്ക് എന്ത് മരുന്ന് മേടിക്കാനും നമുക്ക് ഒരു പ്രയാസവുമില്ല. നമ്മൾ ആവശ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ നമുക്ക് പ്രയാസമില്ല. ഇതേപോലെ തന്നെ നമ്മൾ യാത്ര പോകുമ്പോൾ നമുക്ക് യാതൊരു പ്രയാസവും വരുന്നില്ല. ശരീരത്തിന് നമ്മളിങ്ങനെ ഭക്ഷണം നൽകിക്കൊണ്ടേയിരിക്കുന്നു, മരുന്ന് നൽകിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ആദ്യമായി ഉണ്ടായ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റൂഹിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. ദുനിയാവെന്ന് പറയുന്നത് ആ റൂഹിനെ ഘടിപ്പിക്കുവാനുള്ള ഒരു വാഹനമാണ് നമ്മുടെ ശരീരം. ആ ശരീരം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ദുനിയാവിൽ. കുറച്ചു കാലം ഈ ദുനിയാവിൽ നമ്മുടെ ശരീരത്തിലേക്ക് ആ റൂഹിനെ അല്ലാഹു തആല അങ്ങോട്ട് ഘടിപ്പിച്ചതാണ്. അങ്ങനെ ആ റൂഹിന് സഞ്ചരിക്കുവാനുള്ള ഒരു വാഹനം മാത്രമാണ് നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത്. എന്റെയും നിങ്ങളുടെയും ബോഡി എന്ന് പറയുന്നത് റൂഹിന് സഞ്ചരിക്കുവാനുള്ള ഒരു വാഹനം മാത്രമാണ്. അങ്ങനെ വാഹനത്തിന് കേടുപാടുകൾ വരും. ആ വാഹനത്തിന് കേടുപാട് വരുമ്പോ ശരീരത്തിന് നമ്മൾ ഭക്ഷണവും മരുന്നും നൽകുന്നത് പോലെ വാഹനത്തിന്റെ ഉള്ളിൽ യാത്ര ചെയ്യുന്ന ആളാണ് നമ്മുടെ റൂഹ്. ആ റൂഹിനും നമ്മൾ ഭക്ഷണം നൽകിക്കൊണ്ടേയിരിക്കണം. അപ്പൊ 1 മണിയായി കഴിഞ്ഞാൽ നമ്മൾ യാത്ര പോകുകയാണെങ്കിൽ 1 മണിക്ക് 12:30 മണിക്ക് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന്, അള്ളാഹുവിന്റെ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്കുലികൾ കേൾക്കുമ്പോ അവിടെ നമ്മുടെ ശരീരത്തിന്റെ പുറമെ, ശരീരം പറയുന്നതിന്റെ അപ്പുറമായി നമ്മുടെ ശരീരത്തിന്റെ അപ്പുറത്തുള്ള ആത്മാവ് നമ്മളോട് പറയണം, ബാങ്ക് കൊടുത്തിട്ടുണ്ട്, എവിടെങ്കിലും ഒരു പള്ളി കണ്ടാൽ നിർത്തണേ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരണം. 12:30 മണി എന്നുള്ളത് 1 മണിയായി കഴിഞ്ഞാൽ ആ ചോദ്യത്തിന്റെ പവർ കൂടണം. 1 മണിയായി കഴിഞ്ഞാൽ 1:30 കഴിഞ്ഞാൽ അതിന്റെ പവർ വീണ്ടും കൂടണം. 2 മണിയായി കഴിഞ്ഞാൽ അതിന്റെ പവർ വീണ്ടും കൂടണം. 3 മണിയായി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒന്ന് നിർത്തടാ, ഞാൻ നിസ്കരിക്കട്ടെ എന്നുള്ള ഒരു സ്വരം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അവനാണ് യഥാർത്ഥ വിശ്വാസി, അവനാണ് യഥാർത്ഥ മുഅ്മിൻ, അവനാണ് മുസ്ലിം എന്ന് പറയാൻ അധികാരമുള്ളൂ. മറ്റേത് നമ്മുടെ ശരീരം എന്തായാലും പറയും, ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് ശരീരം എന്തായാലും പറയും. അതിന്റെ അപ്പുറത്തേക്ക് ആത്മാവിനുള്ള ഭക്ഷണം നൽകുവാൻ നമ്മുടെ ശരീരം പറയുന്നുവെങ്കിൽ, നമ്മുടെ ആത്മാവ് പറയുന്നുവെങ്കിൽ അവിടെയാണ് ഈമാൻ അളക്കേണ്ടത്. അങ്ങനെ ഒരാളുടെ ആത്മാവ് ഒരാളോട് സംസാരിക്കുന്നുവെങ്കിൽ മനസ്സിലാക്കണം അതവന്റെ ഈമാനാണ്. അവനാണ് യഥാർത്ഥ വിശ്വാസിയല്ലാത്ത ആളുകൾക്ക് മുസ്ലിമിന്റെ റിസർവേഷന് വേണ്ടി ഇൻകിലാബ് വിളിക്കാൻ അധികാരമില്ല, മുസ്ലിം എന്ന് പറയാൻ അധികാരമില്ല, മുഅ്മിൻ എന്ന് പറയാൻ അധികാരമില്ല. മുസ്ലിങ്ങൾക്ക് വേണം സംവരണം, ഞങ്ങൾക്ക് അങ്ങനെ വേണം, റിസർവേഷൻ വേണം എന്ന് പറഞ്ഞ് ഇൻകിലാബ് വിളിക്കാൻ അങ്ങനെയുള്ള ആളുകൾക്ക് അധികാരമുള്ളൂ. നമുക്ക് ഏത് മേഖലയിലും പ്രവർത്തിക്കാം, ഏത് മേഖലയിലും നമുക്ക് പ്രവർത്തിക്കാം, ഏത് പാർട്ടിയിലും നമുക്ക് പ്രവർത്തിക്കാം, ഏത് സംഘടനയിലും നമുക്ക് പ്രവർത്തിക്കാം. പക്ഷേ ഈമാൻ നമ്മുടെ അടിത്തറയായിരിക്കണം. അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം അത് അടിത്തറയായിരിക്കണം. ഞാനും എന്റെ റബ്ബും തമ്മിലുള്ള ബന്ധമെന്ത് എന്നുള്ളത് എപ്പോഴും നമ്മൾ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടേയിരിക്കണം. നമുക്കൊരു ഉടമയുണ്ട്,
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഓരോ സെക്കൻഡുകളിലും നമ്മെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും അല്ലാഹു നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹുവിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. ലാ തുദ്രികുൽ അബ്സാർ, അല്ലാഹുവിനെ ഈ നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാൻ കഴിയുകയില്ല എങ്കിലും അല്ലാഹു വഹുവ യുദ്രികുൽ അബ്സാർ, നമ്മുടെ ഈ ലെൻസുകളെ, കണ്ണിന്റെ ലെൻസുകളെ ഓരോ സെക്കൻഡുകളിലും നിരീക്ഷിക്കുന്നവനാണ് അല്ലാഹ്. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളതിനെ ഓരോ നിമിഷവും അല്ലാഹു നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു. CCTV കണ്ടാൽ നമുക്ക് പേടിയാണ്. നമ്മൾ പറയും ഇവിടെ CCTV ഉണ്ട്, ശ്രദ്ധിക്കണേ. അവിടെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടാകും CCTV ഉണ്ട്. എല്ലാവർക്കും പേടിയാണ് CCTVനെ. CCTV എപ്പോഴാ വർക്ക് ചെയ്യുള്ളൂ? ഇവിടെ ഉണ്ടോ? വേണം, അത്യാവശ്യമാണ്. CCTV ഉണ്ടാകുമ്പോ എല്ലാവർക്കും പേടിയാണ്. ആരെ പേടി? ആ ക്യാമറന് എല്ലാവർക്കും പേടിയാണ്. എന്താ കാരണം? അതിങ്ങനെ ആളുകളെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കാൻ. പക്ഷെ അള്ളാനെ പേടില്ല, അല്ലാഹു തആലാനെ പേടില്ല. അല്ലാഹു ഈ CCTVനെയും ലോകത്തുള്ള സർവചരാചരങ്ങളെയും അല്ലാഹു നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കുറച്ച് ശബ്ദം കൂട്ടാൻ പറ്റുമോ? ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിയാല്. അപ്പോ CCTV നമുക്ക് പേടിയാണെങ്കിലും അല്ലാഹുവിനാർക്കും പേടില്ല. അപ്പൊ അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം നമുക്കുണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം എവിടെയും നമ്മൾ പണയപ്പെടുത്താതെ അത് നമ്മുടെ മുമ്പിൽ, നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവണം. അത് നമ്മൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കണം, പുതുക്കിക്കൊണ്ടേയിരിക്കണം. وإذ قال إبراهيم رب أرني كيف تحيي الموتى قال أولم تؤمن قال بلى ولكن ليطمئن قلبي. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ഒരു ദിവസം ചോദിക്കുകയാണ്, അല്ലാഹുവേ കൈഫ തുഹിയിൽ മൗതാ, മരണപ്പെട്ടുപോയ ആളുകളെ എങ്ങനെയാണ് നീ ജീവിപ്പിക്കുന്നത്? അതെനിക്കൊന്ന് കാണിച്ചു തരുമോ? മരണപ്പെട്ടുപോയ ആളുകളെ ജീവിപ്പിക്കുന്നത് എങ്ങനെയാണ്? അപ്പൊ അല്ലാഹു തആല ചോദിച്ചു, അവലം തുഅ്മിൻ, അപ്പൊ ഞാൻ മരിച്ചുപോയ ആളുകളെ ജീവിപ്പിക്കും, നിങ്ങൾക്ക് വിശ്വാസല്ലേ? അപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഖാല അവലം തുഅ്മിൻ ഖാല ബലാ വലാകിൻ ലിയത്മഇന്ന ഖൽബി, എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷേ എന്റെ ഹൃദയത്തിന് ഒരു ശാന്തത വരാൻ നീ അത് ജീവിപ്പിക്കുന്നത് കാണുമ്പോഴാണ് എനിക്ക് ഈമാനൊന്ന് ഉറക്കുന്നത്. അതുകൊണ്ട് അതൊന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറയാണ്, ഫഖുദ് അർബഅതൻ മിനത്ത്-ത്വയ്ർ ഫസുർഹുന്ന ഇലൈക ثم اجعل على كل جبل منهن جزءا. 4 പക്ഷികളെ നിങ്ങൾ കൊണ്ടുവരിക. 4 പക്ഷികളെ കൊണ്ടുവന്ന് അതിനെ അറുത്ത് അതിന്റെ മാംസങ്ങളെ മുഴുവനും കൂട്ടിക്കുഴച്ച് അതിനെ ഓരോ 4 പക്ഷികളുടെയും മാംസത്തെ വേർതിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ കൂട്ടിക്കുഴച്ചിട്ട് 4 പർവ്വതത്തിന്റെ മൂലയിലും കൊണ്ടുപോയി കുറച്ച് വെക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഫസുറഹുന്ന ഇലൈക ثم اجعل على كل جبل منهن جزءا ثم ادعهن يأتينك سعيا. എന്നിട്ട് ആ പക്ഷികളെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷികളെ കൊണ്ട് വിളിക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷികളെ കൊണ്ട് വിളിച്ചപ്പോ ثم فصرهن إليك ثم اجعل على كل جبل منهن جزءا. വിളിച്ചപ്പോ ഓരോ പർവ്വതത്തിന്റെ അവിടെ നിന്നും പക്ഷികൾ ഇങ്ങനെ പറന്നു വരാൻ തുടങ്ങി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സന്തോഷമായി. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഇതുപോലെ അല്ലാഹുവിലുള്ള അചഞ്ചലമായ ആ വിശ്വാസം, അല്ലാഹുവിലുള്ള അചഞ്ചലമായ ആ വിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിക്കുക. അതിന് നിരന്തരമായി നമ്മളിങ്ങനെ നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുവാനുള്ള കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. പള്ളിയിൽ
പള്ളിയുണ്ടാക്കാൻ വേണ്ടി പോകുമ്പോ എല്ലാവരും ഒറ്റക്കെട്ടായി ഇവിടെ ഒരു പള്ളി വരണം, ഇവിടെ ഒരു മനോഹരമായ പള്ളി വരണമെന്ന് പറഞ്ഞ് ഞാൻ ഉസ്താദിനോട് ചോദിച്ചപ്പോ പറഞ്ഞു, ഇവിടെയുള്ള ചെറുപ്പക്കാരായ ആളുകളല്ലാത്തവരും ഒറ്റക്കെട്ടായി ഇതിനു വേണ്ടി പ്രവർത്തിച്ചു എന്ന് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവുമായി നമുക്ക് അഭേദ്യമായ ബന്ധമുണ്ടാവണം. എന്റെ റബ്ബാണ്, എന്റെ രക്ഷിതാവാണ്. ഓരോ നിമിഷവും നമ്മുടെ ശ്വാസോച്ഛ്വാസം നിയന്ത്രിക്കുന്ന അല്ലാഹ്. നമ്മൾ ശ്വാസം ഇങ്ങനെ അകത്തേക്കും പുറത്തേക്കും വിട്ടുകൊണ്ടിരിക്കുന്നു. അതിനെ നിയന്ത്രിക്കുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. ഒരൊറ്റ നിമിഷം അങ്ങോട്ട് നിന്നുപോയി കഴിഞ്ഞാൽ അവിടെ പിന്നെ എല്ലാം തീർന്നു പോകുകയാണ്, എല്ലാം തീർന്നു പോകുകയാണ്. അവിടെ അത്ര കാലം ആരായിട്ടും കാര്യമില്ല. അവിടെ മുതലാളിയായാലും തൊഴിലാളിയായാലും ഉസ്താദായാലും മുതലാളിയാണെങ്കിലും പണക്കാരനാണെങ്കിലും ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇന്നലെ വരെ വലിയ മഹാനായിരുന്നുവെങ്കിൽ പോലും, ഇന്നലെ വരെ ബഹുമാനക്കപ്പെടുന്ന ആളാണെങ്കിൽ പോലും മരണം വന്നു കഴിഞ്ഞാൽ അതോടുകൂടെ കഴിയുകയാണ്. ഒരാൾ ജോലി ചെയ്തുകൊണ്ട് വൈകുന്നേരം അവന്റെ വീട്ടിലേക്ക് പിരിഞ്ഞു പോകുമ്പോ ഏമാന്റെ മുതലാളിയുടെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് മുതലാളിയെ എന്ന് വിളിച്ചുകൊണ്ട് ആദരിക്കുന്ന ആൾ, ഇന്നലെ വരെ ബഹുമാനിച്ചിരുന്ന മുതലാളി ഇന്ന് രാവിലെ ആ ജീവനക്കാരൻ അങ്ങോട്ട് വന്നപ്പോ അവൻ കേൾക്കാൻ കഴിഞ്ഞ വാർത്ത മുതലാളി മരണപ്പെട്ടു പോയി എന്നാണ്. മരണപ്പെട്ടു പോയി എന്ന വാർത്ത കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ ചോദ്യം വരുന്നതെന്താ? മയ്യത്തെടുത്തോ എന്നാണ്. മയ്യത്തെപ്പോഴാണ് എടുക്കുക എന്നുള്ള ചോദ്യമാണ്. ഇന്നലെ വരെ മുതലാളി എന്ന് വിളിച്ചിരുന്ന ആൾ, ഇന്നലെ വലിയ മഹാൻ എന്ന് വിളിച്ചിരുന്ന ആൾ, ഇന്നലെ വലിയ ബിസിനസ്സുകാരൻ എന്ന് വിളിച്ചിരുന്ന ആൾ, ഇന്നലെ രണ്ട് കൈയും കൂപ്പി നിന്നിരുന്ന ആ മനുഷ്യന്റെ മുന്നിൽ വന്നുകൊണ്ട് ഈ മനുഷ്യന്റെ മയ്യത്തെടുത്തോ എന്നാണ് ചോദ്യം. എന്താണ് മയ്യത്ത് എന്ന പദത്തിന്റെ അർത്ഥമെന്നറിയുമോ? മുതലാളി എന്നല്ല, മന്ത്രി എന്നല്ല, നേതാവെന്നല്ല, വെറും ശവം എന്നാണ് മയ്യത്ത് എന്ന പദത്തിന്റെ അർത്ഥം. ഞാനും നിങ്ങളും മനസ്സിലാക്കണം. അതുവരെ ചിലപ്പോൾ ഉസ്താദായിരിക്കാം, നേതാവായിരിക്കാം, രാഷ്ട്രീയക്കാരനായിരിക്കാം, വലിയ പിടിപാടുള്ള ആളായിരിക്കാം. പക്ഷേ ഇന്ന് രാവിലെ വരുമ്പോൾ അവൻ വെറും മയ്യത്താണ്, ശവമാണ്. അള്ളാഹു നമ്മുടെ അന്ത്യം നന്നാക്കി തരുമാറാവട്ടെ. അതുകൊണ്ട് ജീവിക്കുന്ന കാലം നമുക്ക് ഈ ദുനിയാവിൽ വളരെ കുറഞ്ഞ കാലം മാത്രമേ ഉള്ളൂ. അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കണം, അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ആരാധിക്കണം. അള്ളാഹുവിനെ അറിയാതെ നമ്മൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ്. നമ്മളെല്ലാവരും നിസ്കരിക്കുന്നവരാണ്, നമ്മളെല്ലാവരും നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്. പക്ഷേ ഞാൻ ആർക്കാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പല ആളുകൾക്കും അറിയില്ല. അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ആരാധിക്കണം. നമ്മൾ നിസ്കരിക്കുന്ന ആളുകളാണ് അധിക ആളുകളും. നിസ്കരിച്ചു കഴിഞ്ഞാൽ, നിസ്കാരത്തിലേക്ക് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ, നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ എന്താ ചൊല്ലുന്നത്? വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഇതാണ് നമ്മൾ ചൊല്ലുന്നത്. എത്ര ആൾക്കറിയാം ഇതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ മുമ്പിൽ തക്ബീർ കെട്ടാൻ, അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ നിസ്കാരത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കുകയാണ്. അള്ളാഹുവിനോട് നമ്മൾ നേരിട്ട് മുനാജാത്ത് നടത്തുകയാണ്. അങ്ങനെ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി എല്ലാവർക്കും വജ്ജഹത്ത് അറിയാം. 99% ആളുകൾക്കും വജ്ജഹത്ത് അറിയാം. എന്താണ് ഞാൻ എൻ്റെ റബ്ബിനോട് പറയുന്നത് എന്ന് അധിക ആളുകൾക്കും അറിയില്ല. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ. എന്താണ് ഈ പറയുന്നത്? നിസ്കാരത്തിന്റെ ഇടയിൽ നമ്മൾ ചൊല്ലാറുണ്ടല്ലോ, അത്തഹിയാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ്. എന്താണ് ഈ പറയുന്നത്? നിസ്കാരം കഴിഞ്ഞാൽ ഉടൻ തന്നെ അസ്തഗ്ഫിറുല്ലാഹ് 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 എല്ലാവരും പറയുന്നതാണ്. എന്താണ് ഈ പറയുന്നത് അറിയൂല. നമ്മൾ പരിശുദ്ധ ഖുർആൻ ഓതുന്നവരാണ്. പല ആളുകളും, അധിക ആളുകളും ഓതുന്നവരാണ്. ഓതുന്ന ആളുകൾക്കറിയില്ല എന്താണ് ഞാൻ ഓതുന്നത് എന്ന്.
നമ്മൾക്ക് അധിക സൂറത്തുകളും ചെറിയ സൂറത്തുകൾ കാണാതെ അറിയുന്നവരായിരിക്കും. അവർക്കറിയില്ല എന്താണ് ഈ ഓതുന്നത് എന്ന്. ഇത്ര മനോഹരമായ ഒരു പള്ളി ഇവിടെ ഉണ്ടാക്കുമ്പോൾ ഇതിനുള്ള മറുപടി നമ്മൾ ഉണ്ടാക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ചെറുപ്പക്കാരായ ആളുകൾ ഉണരണം. എത്ര വയസ്സ് ചെന്ന ആളുകളാണെങ്കിലും അവർ ഉണരണം. പഠിക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങണം. എത്ര വയസ്സ് ചെന്ന ആളുകളാണെങ്കിലും അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതാൻ കഴിയാത്ത ഒരാളും ഇവിടെ ഉണ്ടാവാൻ പാടില്ല. വജ്ജഹത്തൂന്റെ അർത്ഥമറിയാത്ത ഒരാളും നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ സുബഹിന്റെ ശേഷം അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ക്ലാസ്സുകൾ ഇവിടെ സംഘടിപ്പിക്കണം. നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ഒരു ദീനി ചൈതന്യം ഉണ്ടാവണം. ഇവിടെ അങ്ങനെ ഉണ്ടോ? നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടോ? ഉണ്ടെങ്കിൽ അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഏതൊരാൾക്കും പഠിക്കാനുള്ള സംവിധാനം നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം. എത്ര വയസ്സ് ചെന്ന 80 വയസ്സായ ആളാണെങ്കിലും അയാൾക്ക് പഠിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടാവണം. എത്ര ചെറിയ ആളാണെങ്കിലും പഠിക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. അതാണ് നമ്മുടെ ഈ പള്ളി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കപ്പെടേണ്ടത്. ഈ പള്ളിയുടെ പരിപാലനം എന്ന് പറഞ്ഞാൽ അതാണ്. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ് മൻ ആമന ബില്ലാഹ്. അള്ളാഹുവിന്റെ പള്ളിയുടെ പരിപാലനം എന്ന് പറയുന്നത് അള്ളാഹുവിൽ വിശ്വസിച്ച ആളുകൾക്ക് മാത്രമേ കഴിയൂ. അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം ഊട്ടി ഉറപ്പിക്കാൻ കഴിയണം നമുക്ക്. അങ്ങനത്തെ ആളുകളാണ് പള്ളി പരിപാലിക്കുന്ന ആളുകൾ. അതാണ് യഥാർത്ഥത്തിലുള്ള പരിപാലനം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു മനോഹരമായ ഒരു ഭവനം അള്ളാഹുവിൻ നമ്മുടെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പള്ളിയിൽ അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതിന് നമ്മുടെ ഉസ്താദിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. എല്ലാ ദിവസവും ഉസ്താദ് ഉള്ള ദിവസങ്ങൾ, പ്രത്യേകമായ ദിവസങ്ങളിൽ പരിശുദ്ധ ഖുർആനിന്റെ ക്ലാസ്സുകൾ സംഘടിപ്പിക്കണം. നമ്മളെല്ലാവരും പറയാറുണ്ടല്ലോ, ഞാനിങ്ങനെയായി പോയി, നിന്റെ മക്കള് നന്നാവട്ടെ. എല്ലാരും പറയണതാണ്, ഞാനിങ്ങനെയായി പോയി, എന്റെ മക്കള് നന്നാവട്ടെ. പോരാ, അങ്ങനെ പറഞ്ഞാൽ പോരാ. ഞാൻ തന്നെ നന്നാവണം. പഠനത്തിന് ഒരിക്കലും സമയമില്ല, പ്രായമില്ല, ഒരിക്കലും പരിധിയില്ല. എല്ലാവരും പഠിതാക്കളാണ്. ഞാനും പഠിക്കുന്നവരാണ്. എല്ലാവരും പഠിക്കുന്നവരാവണം. മരിക്കുന്നത് വരെ പഠനം ഒരിക്കലും അവസാനിക്കുന്നില്ല. قل لو كان البحر مدادا لكلمات ربي لنفد البحر قبل أن تنفد كلمات ربي ولو جئنا بمثله مددا. നമ്മളെല്ലാവരും അൽ-കഹ്ഫിൽ ഓതുന്ന ഒരായത്താണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ, അള്ളാഹുവിന്റെ വിശുദ്ധമായ വിജ്ഞാനം അതൊരിക്കലും തീർന്നു പോകുകയില്ല. അത് മരണം വരെ ഒരാൾ പഠിച്ചാലും അവസാനിക്കുന്നില്ല. അതുകൊണ്ട് മരിക്കുന്നത് വരെ നമ്മൾ പഠിക്കുന്നവരായിരിക്കണം. പഠിക്കുന്നതിൽ ഏറ്റവും നല്ല പഠനമെന്ന് പറയുന്നത് അത് പരിശുദ്ധ ഖുർആനിന്റെ പഠനമാണ്. അള്ളാഹുവിനെ ഓർക്കുന്ന പഠനമാണ്. അള്ളാഹുവിനെ ഓർമ്മിക്കുന്ന പഠനമാണ്. ആ പഠനം നമുക്കുണ്ടായേ തീരൂ. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, നമ്മൾ അള്ളാഹുവിനെ കണ്ടവരല്ല. നമ്മൾ അള്ളാഹുവിനെ കാണാതെ വിശ്വസിക്കുന്നവരാണ്. നമ്മൾ അള്ളാഹുവിനെ നേരിട്ട് അഭിസംബോധനം ചെയ്തവരല്ല. അള്ളാഹുവിനെ നേരിട്ട് അഭിസംബോധനം ചെയ്ത ആള് അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അള്ളാഹുവിന്റെ റസൂല് മാത്രമേ നേരിട്ട് അഭിമുഖമായി സംഭാഷണം നടത്തിയിട്ടുള്ളൂ. പരിശുദ്ധമായ റബീഉൽ അവ്വലാണ്. അതുകൊണ്ട് തന്നെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂല് മാത്രമേ അള്ളാഹുവുമായി നേരിട്ട് അഭിമുഖ സംഭാഷണം നടത്തിയിട്ടുള്ളൂ. ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ ഫഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ. അമ്പും വില്ലും എങ്ങനെ അടുത്ത് നിൽക്കുമോ അത്രത്തോളം അല്ലാഹുവുമായി അഭിമുഖ സംഭാഷണം നടത്തിയ ഒരാൾ അത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നമുക്ക് അല്ലാഹുവുമായി സംഭാഷണം നടത്തുവാനുള്ള ഒരു അവസരം നമുക്കുണ്ടായിട്ടില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആർക്കെങ്കിലും അല്ലാഹുവിനോട് സംസാരിക്കണോ? ആർക്കെങ്കിലും അല്ലാഹുവിനോട്
അവനോട് സംസാരിക്കണോ? എന്നാൽ അവൻ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തു കൊള്ളട്ടെ, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തു കൊള്ളട്ടെ. എന്താണ് ഖുർആനിന്റെ പ്രത്യേകത? കലാമുൻ ഖദീമുൻ ലാ യുമല്ലു സമാഉഹു തനസ്സഹ അൻ ഖൗലിൻ വഫിഅലിൻ വനിയതി. അല്ലാഹുവിന്റെ പരിശുദ്ധ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? അത് പണ്ടേയുള്ള വാക്യങ്ങളാണ്. അതാണ് അല്ലാഹു സംസാരിക്കുന്നത് തന്റെ അടിമകളോട്. അടിമകളായ എന്നോടും നിങ്ങളോടും അല്ലാഹു സംസാരിക്കുന്നത് പരിശുദ്ധ ഖുർആനിലൂടെയാണ്. അതിന്റെ ഓരോ അക്ഷരങ്ങളിലൂടെയാണ് നമ്മോട് അല്ലാഹു സംഭാഷണം നടത്തുന്നത്. അതിൽ നിന്നൊരു അക്ഷരം പാരായണം ചെയ്യുമ്പോ, ഒരു വാക്ക് പാരായണം ചെയ്യുമ്പോ നമ്മൾ അല്ലാഹുവുമായി സംഭാഷണം നടത്തുകയാണ്. കലാമുല്ലാഹ്, അല്ലാഹുവിന്റെ കലാമാണത്. ആർക്കെങ്കിലും അല്ലാഹുവിനോട് സംസാരിക്കണോ, അവൻ പരിശുദ്ധ ഖുർആൻ മറിക്കട്ടെ, അവൻ പാരായണം ചെയ്തു കൊള്ളട്ടെ. എത്ര വലിയ ടെൻഷൻ ഉണ്ടെങ്കിലും നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കുക. എത്ര വലിയ ടെൻഷൻ ഉണ്ടെങ്കിലും, എത്ര വലിയ പ്രയാസമുണ്ടെങ്കിലും അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ആത്മാർത്ഥമായി ഇരുന്നു കൊണ്ട് ഒരു 4-5 പേജ് ആത്മാർത്ഥമായി ഓതിക്കഴിഞ്ഞാൽ അവന്റെ എല്ലാ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഉരുകി ഒലിച്ചു പോകുന്നത് കാണാം നിങ്ങൾക്ക്. അങ്ങനെ ഖുർആനുമായ ഒരു ബന്ധം നമുക്കുണ്ടാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആ ഖുർആനുമായി ഞങ്ങളൊന്ന് അടുത്തു നോക്ക്. ഖുർആനുമായി നമുക്ക് എന്ത് ബന്ധമാണുള്ളത്? ഖുർആനുമായി നിങ്ങളൊന്ന് അടുത്തു നോക്ക്. നമുക്ക് പിന്നെ ടെൻഷനില്ല, സന്തോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ദുനിയാവിലും ആഖിറത്തിലും അങ്ങനെ തന്നെയാണ്. അല്ലാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊന്ന് നമുക്ക് കാണാൻ കഴിയില്ല. അതിൻ്റെ പാരായണവും അതിൻ്റെ അർത്ഥവും അതിൻ്റെ അവതരണ പശ്ചാത്തലങ്ങളും അതിലുള്ള ചരിത്രങ്ങളും ഇത് നമുക്കറിയില്ലെങ്കിൽ പിന്നെ എന്നെയും നിങ്ങളെയും എന്തിന് മുസ്ലിം എന്ന് വിളിക്കണം? അല്ലാഹു തആല നമുക്കിറക്കി തന്ന ഗ്രന്ഥമാണ്. നമ്മളല്ല ഖുർആൻ പഠിക്കണമെന്ന്. ഖുർആനും ഹദീസും ഇന്ന് പഠിക്കുന്നത് മുസ്ലിങ്ങളല്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ഇതിനെ റിസർച്ച് ചെയ്യുന്നത് ഓറിയന്റലിസ്റ്റുകളാണ്. പരിശുദ്ധ ഖുർആനെ എതിർക്കുവാൻ വേണ്ടി പല ആളുകളും ഇസ്രായേലിൽ ഖുർആനിന്റെ ജാമിഅത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്. ആരുടെ? ജൂതന്മാരെ നടത്തുന്ന. എന്തിനു വേണ്ടി? ഖുർആന്റെ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ. എതിർക്കുവാൻ വേണ്ടി പഠിക്കുന്ന പല ആളുകളും അറിയാതവര് അവരങ്ങോട്ട് അതിലേക്ക് ലയിച്ചുകൊണ്ട് അള്ളാഹുവിനെ കണ്ടെത്തിയ എത്ര ആളുകളാണെന്നറിയോ? നമുക്കതിന് സമയമില്ല. നമുക്കതിൻ്റെ വിഷയം പറയുമ്പോൾ എനിക്ക് അവിടെ പോകാനുണ്ട്, ഇവിടെ പോകാനുണ്ട്, ഖുർആൻ ഓതാനോ പഠിക്കാനോ നിങ്ങളെ ക്ലാസ് നടത്തുവാനോ അതിനു വേണ്ടി എഴുന്നേൽക്കാനോ നമുക്ക് സമയമില്ലെങ്കിൽ പിന്നെ ഞാനും നിങ്ങളും മുസ്ലിമാണെന്ന് പറയാനുള്ള ആ പേരുപയോഗിക്കുവാനുള്ള അവകാശമില്ല. നമ്മുടെ ഏതെങ്കിലും ആളുകൾ, കുടുംബക്കാരായ ആളുകൾ എയർപോർട്ടിൽ സുബഹിക്ക് 3 മണിക്കാണ് ഫ്ലൈറ്റ് ഇറങ്ങുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അവിടെ എത്തുന്നതാണ്. കുടുംബക്കാര് 2 മണിക്കോ 1 മണിക്കോ 12 മണിക്കോ ഉറക്കമൊഴിച്ചുകൊണ്ട് നമ്മൾ അവിടെ എയർപോർട്ടിലെത്താൻ നമുക്കൊരു പ്രതിബന്ധവും ഉണ്ടാവുകയില്ല. എല്ലാവരും എത്ര ഉറക്കുള്ള ആളുകളാണെങ്കിലും അലാറം വെച്ച് എഴുന്നേറ്റുകൊണ്ട് എയർപോർട്ടിലെത്താൻ ഞാനും നിങ്ങളും തയ്യാറാണ്. എന്നാൽ അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയപ്പെടുമ്പോൾ, എന്ന് ഉറക്കെ വിളിച്ചു പറയപ്പെടുമ്പോൾ ആ മിനാരങ്ങളിലുള്ള അല്ലാഹുവിന്റെ വിളിയാളങ്ങളെ കേൾക്കുവാൻ നമുക്ക് കാതില്ല. ആ വിളിയാളങ്ങൾ കേൾക്കുമ്പോൾ അതിന് ചെവി കൊടുക്കാൻ നമുക്ക് എന്തേ മനസ്സില്ലാത്തത്? നമ്മൾ എന്തേ അല്ലാഹുവിന്റെ മിനാരങ്ങളിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയുമ്പോൾ അതിനു വേണ്ടി ജവാബ് കൊടുക്കുവാൻ, അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് എത്തുവാൻ നമുക്ക് ആർജവമുള്ളവരായിരിക്കണം നമ്മൾ. അവനാണ് മുസ്ലിം, അവനാണ് മുഅ്മിൻ, അവനാണ് ആർജവമുള്ളവൻ. ആളുകളോട് അടിപിടി കൂടുന്നവനല്ല, ആളുകളെ എതിർക്കുകയും അക്രമം നടത്തുന്നവനുമല്ല. ഏറ്റവും വലിയ ശക്തൻ അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ ബാങ്കുലി കേൾക്കുമ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഞാൻ എൻ്റെ റബ്ബിന്റെ ഉത്തരം കൊടുക്കുന്നതാണ്, എൻ്റെ റബ്ബിന്റെ വിളിയാളത്തിന് ഉത്തരം നൽകുമെന്ന് അവന് ദൃഢനിശ്ചയം നടത്തി പള്ളിയിലെത്തുന്നവനാണ് ഏറ്റവും വലിയ ശക്തിമാൻ എന്ന് ഓരോ ആളുകളും മനസ്സിലാക്കണം.
അങ്ങനെ ദീന് പഠിക്കുവാൻ വേണ്ടി നമ്മുടെ ശരീരം നമ്മൾ നൽകണം. അള്ളാഹുവിനെ കുറിച്ച് അറിയുവാൻ എന്തൊരു സന്തോഷാണെന്നറിയോ. സുബഹിയുടെ മുമ്പ് ഒരാൾ പള്ളിയിലേക്ക് എത്തിയിട്ട് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഖുർആൻ പഠിച്ചിട്ട് കുറച്ച് സമയം ഖുർആൻ ഓതിയിട്ട് അങ്ങനെ ഒരു അരമണിക്കൂറെങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ അങ്ങോട്ട് പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങുമ്പോ അത്ര സന്തോഷം ലോകത്തൊരാൾക്കും നൽകാൻ കഴിയില്ല. എന്തൊരു മനോഹരമാണെന്നറിയുമോ? ഒന്നിനും അങ്ങനെ നൽകാൻ കഴിയില്ല. പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതിയിട്ട് അതിന്റെ അർത്ഥമറിയുന്ന വല്ല ക്ലാസ്സുകളും കേട്ടിട്ട് അത് നമ്മുടെ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് കയറ്റിക്കഴിഞ്ഞാൽ അത്ര സന്തോഷം മറ്റൊരാൾക്കും നൽകാൻ കഴിയില്ല. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മെ പെടുത്തുമാറാവട്ടെ. അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഓരോ വസ്തുക്കളെ കുറിച്ചും നമ്മൾ ആലോചിക്കുമ്പോൾ എല്ലാം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. അള്ളാഹു നമ്മോട് ഖുർആനിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അഫലാ തസ്മഊൻ അഫലാ യഅഖിലൂൻ അഫലാ തുബ്സിറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ അറിയുന്നില്ലേ, കേൾക്കുന്നില്ലേ എന്ന് നമ്മോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഓതുകയാണെങ്കിലും ഇതെന്താണ് എൻ്റെ രക്ഷിതാവ് എന്നോട് പറയുന്നത് എന്ന് നമുക്കറിയില്ല. ഇത്ര വലിയ വിഡ്ഢികളാണ് ഞാനും നിങ്ങളുമെങ്കിൽ നമ്മുടെ രക്ഷിതാവ് നമ്മോട് ചോദിക്കാണ്. ഖുർആനിൽ ഇങ്ങനെ എത്രയെത്ര ചോദ്യങ്ങളാണ് അല്ലാഹു നമ്മോട് ചോദിക്കുന്നറിയോ? അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ കേൾക്കുന്നില്ലേ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അല്ലാഹു. നമ്മളത് ഓതുകയാണെങ്കിലും നമ്മൾ ഓതിയാണ് പോവാണ്, അതിന് മറുപടി കൊടുക്കാൻ നമുക്കറിയൂല. എന്താണ് ഈ പറയുന്നത്? നമുക്കറിയണ്ടേ? നമുക്കത് അറിയൂല. അറിയണം അല്ലാഹുവിനെ കുറിച്ച് അറിയണം. അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ അറിയുന്നവരായിരിക്കണം. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാൻ, ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ഞങ്ങളോട് ചോദിച്ചു എന്ന് വിചാരിക്കാം. ഞാൻ ചോദ്യം ചോദിക്കാൻ, ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? അവങ്ങള് മിണ്ടാതെ അങ്ങോട്ട് പോയി വിചാരിക്ക. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങളോട് പിന്നെയും ചോദിച്ചു, റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്ര കിലോമീറ്റർ ഉള്ളത്? അവൻ ഇങ്ങനെ മൊത്തം നോക്കിയിട്ട് അങ്ങനെ പിന്നെയും ഞാൻ ചോദിച്ചു, റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്ര കിലോമീറ്റർ? അവൾ മുമ്പ് ഇങ്ങനെ മൊത്തം നോക്കിയിട്ട് ചെവിയേക്കാത്തോണ്ടല്ല. എനിക്കെന്താ തോന്നുക, ഇയാൾ എന്താ ഞാൻ ചോദിക്കുന്നത് മറുപടി പറയാത്ത തോന്നൂലേ? ഇതേപോലെ അള്ളാഹു നമ്മോട് ചോദിക്കാൻ, അള്ളാഹു നമ്മോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതിന് മറുപടി പറയാതെ നമ്മൾ അങ്ങോട്ട് കടന്നു പോകുകയാണ്. യജമാനനായ തമ്പുരാൻ, യജമാനനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ നമുക്ക് തയ്യാറില്ല, നമ്മൾക്കറിയില്ല, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. സൂറത്തു തീനിന്റെ അവസാനത്തിൽ നമുക്കെല്ലാവർക്കും കാണാതെ അറിയുന്ന സൂറത്താണ് വത്തീനി വസ്സൈതൂൻ വതൂരി സീനീൻ. അതിന്റെ അവസാനം അല്ലാഹു തആല ചോദിക്കുകയാണ്, അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ. എല്ലാവർക്കും കാണാതെ അറിയുന്ന സൂറത്താണ്. അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ. ഒരു ചോദ്യം അല്ലാഹു തആല ചോദിക്കാൻ. മനുഷ്യ സൃഷ്ടിപ്പിനെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ട്, മനുഷ്യനാണ് ഏറ്റവും ഉത്കൃഷ്ട ജീവി എന്ന് പറഞ്ഞിട്ട്, മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ ഏറ്റവും നല്ല നിലയിൽ, ലോകത്ത് ഏറ്റവും നല്ല നിലയിലാണ് അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ അവസാനം അല്ലാഹു തആല പറയുകയാണ്, അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ. താക്കളിൽ ഏറ്റവും നല്ല വിധികർത്താവല്ലയോ എന്നെന്റെ റബ്ബ് എന്ന് അല്ലാഹു നമ്മോട് ചോദിക്കാൻ. നമ്മൾ മിണ്ടാതെ അങ്ങോട്ട് പോകാൻ. യജമാനനായ റബ്ബുൽ ഇസ്സത്തിനോട് മറുപടി പറയണ്ടേ? നമ്മുടെ യജമാനനാണ്, നമ്മുടെ ഏറ്റവും വലിയ ബോസാണ്, ഏറ്റവും വലിയ മുതലാളിയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. അവിടെ റബ്ബിനോട് നമ്മൾ മറുപടി പറയണം. ബലാ വ അന അലാ ദാലിക മിനശ് ഷാഹിദീൻ. അവിടെ നമ്മൾ മറുപടി പറയണം. ഇത് ഇമാം ഓതുമ്പോൾ നമുക്ക് മറുപടി പറയാൻ കഴിയണമെങ്കിൽ ഇതിലെന്താണ് പറയുന്നത് എന്ന് നമുക്കറിയണ്ടേ? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലുന്നു വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ. എന്താ റബ്ബിനോട് നമ്മൾ പറയുന്നത്? ഇതുവരെ നമ്മൾ ആരും മനസ്സിലാക്കിയിട്ടില്ല. എല്ലാവർക്കും വജ്ജഹ്തു കാണാതെ അറിയാം. നിസ്കാരമൊക്കെ ശരി തന്നെയാണ്.
നിസ്കാരമൊക്കെ ശരി തന്നെയാണ്, പക്ഷേ എൻ്റെ റബ്ബിനോടുള്ള കണക്ഷൻ എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ അർത്ഥം കൂടി അറിയുമ്പോൾ വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ്സമാവാതി വൽ അർള, ആകാശഭൂമികളെ സൃഷ്ടിച്ച തമ്പുരാനെ ഞാനിതാ നിന്റെ മുമ്പിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെ ചുരുക്കിയെങ്കിലും നമുക്കറിയണ്ടേ? അങ്ങനെ അറിയുന്നവരായിരിക്കണം നമ്മൾ. അങ്ങനെ അത് പഠിക്കുവാനുള്ള ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കണം. ഓരോ ദിവസവും വളരെ ചുരുങ്ങിയത് നിസ്കാരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചെല്ലുന്ന ഇതുപോലുള്ള ദിക്റുകൾ അത് നമുക്ക് എല്ലാവർക്കും കാണാതറിയല്ലോ. അതിന്റെ അർത്ഥം ഒന്ന് പഠിക്കുക. ഒരു ദിവസം കുറച്ച് പഠിച്ചാൽ മതി. ഒരു ദിവസം കുറച്ച് പഠിച്ചാൽ മതി. റുക്കുവിൽ പോകുമ്പോ ചെല്ലുന്നു സുബ്ഹാന റബ്ബിയൽ അളീം ബിഹംദി. എന്താണ്? എന്റെ റബ്ബിനോട് നമ്മൾ പറയാൻ ഒരു ദിവസം അത് പഠിച്ചാൽ മതി. പിറ്റേ ദിവസം അപ്പുറത്തുള്ളത് പഠിക്കണം. നമ്മൾ കുനൂത്ത് ഓതുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. കുനൂത്തിലുള്ള വാക്യങ്ങൾ എന്തൊക്കെയാണ് അള്ളാഹുവിനോട് നമ്മൾ പറയുന്നത് എന്നറിയോ? فإنك تقضي ولا يقضى عليك وإنه لا يذل من واليت ولا يعز من عاديت تباركت ربنا وتعاليت. അള്ളാഹുവിനോട് പറയാൻ ഏറ്റവും വലിയ കരാർ അള്ളാഹുവിനോട് നമ്മൾ പുതുക്കാൻ. പക്ഷേ നമുക്ക് അതിന്റെ അർത്ഥം അറിയൂല. എന്താണ് നമ്മളിങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ പറഞ്ഞു ആമീൻ പറഞ്ഞു പോരാ. അവിടെയെല്ലാം എൻ്റെ റബ്ബുൽ ഇസ്സത്തിനോട് ഞാൻ എന്താണ് പറയുന്നത് എന്നുള്ള ഒരു അറിവ് നമുക്കുണ്ടാവണേ. അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നമ്മുടെ പള്ളികളിൽ നിരന്തരമായി നമ്മുടെ ചെറുപ്പക്കാർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റിയതുണ്ടാവണം. സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ പറ്റിയ ക്ലാസ് ഉണ്ടാവണം. അതാണ് നമ്മുടെ പള്ളി പുതുക്കി പണിയുമ്പോൾ ഇവിടെ നമ്മുടെ പള്ളിയെ നമ്മൾ പരിപാലിക്കുന്നതിന്റെ പ്രധാനമായും ഉണ്ടാവേണ്ടത് ഓരോ ജമാഅത്തിനും പള്ളിയിലേക്ക് വരണം. ഓരോ ജമാഅത്തിനും പ്രത്യേകിച്ച് സുബഹിന്റെ മുമ്പ് നമ്മൾ എഴുന്നേറ്റുകൊണ്ട് എല്ലാവരും പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരാൾക്കും ഒരു ടെൻഷനുമില്ല. എന്തൊരു സന്തോഷമാണെന്നറിയുമോ? വല്ലാത്തൊരു മനസ്സിന് വല്ലാത്ത കുളിർമയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പഠിക്കാൻ തയ്യാറുണ്ടോ? നിങ്ങൾ പഠിക്കാൻ തയ്യാറുണ്ടോ? ഇല്ല, ആരുമില്ലേ? പറഞ്ഞതൊക്കെ വെറുതെ. പഠിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഇൻഷാ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിവുള്ള പ്രഗത്ഭനായ ഉസ്താദാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ് അവറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. അല്ലാഹു തആല നമ്മോട് ചോദിക്കുന്നുണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ ഖുർആനിലെ ഒരുപാട് ആയത്തുകൾ കാണാം. അല്ലാഹു തആല നമ്മളോട് ചോദിക്കുന്നത് എന്താണെന്നറിയോ? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. എന്താണ് അല്ലാഹു തആല പറയുന്നത്? നിങ്ങൾ ഖുർആനെ ആലോചിക്കുന്നില്ലേ? ഖുർആനിന്റെ ആയത്തുകളിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ മനുഷ്യന്മാരെ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അതോ നിങ്ങളുടെ ഹൃദയം പൂട്ടിട്ട് അതിനെ പൂട്ടിടപ്പെട്ടിരിക്കുകയാണോ എന്ന് അല്ലാഹു തആല ചോദിക്കുകയാണ്. അഫലാ യൻളുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, ഒട്ടകത്തെ എങ്ങനെ സൃഷ്ടിച്ചു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെ അല്ലാഹു തആല ഓരോ സൃഷ്ടികളെ പറ്റിയും നമ്മോട് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാം അല്ലാഹുവിൻ്റെതാണ്. എവിടെ നോക്കിയാലും എൻ്റെ റബ്ബിൻ്റെതാണല്ലോ ഇത് എന്ന ഒരു ചിന്ത നമുക്കുണ്ടാവണേ. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൽ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار.
അല്ലാഹു തആല ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമകൾ എന്ന് പറയുന്നവർ, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെ സൃഷ്ടിച്ചത്, ഭൂമിയെയും ആകാശത്തെയും അനന്തഗോളങ്ങളെ മുഴുവനും സൃഷ്ടിച്ച് സൂര്യചന്ദ്ര നക്ഷത്രങ്ങളെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ അല്ലാഹുവാണ്. അതിന്റെ എല്ലാം സൃഷ്ടിപ്പിലുണ്ട് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ. ഈ രാത്രിയും പകലും ഇങ്ങനെ മാറി മറിയുന്നതിലുണ്ട് ലആയാതിൽ ലിഉലിൽ അൽബാബ്. ഇതിൽ വല്ലാത്ത ദൃഷ്ടാന്തമുണ്ട്, ചിന്തിക്കുന്ന ആളുകൾക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട്. ഈ ലോകം മുഴുവനും ഇങ്ങനെ അല്ലാഹു തആല പിടിച്ചു നിർത്തുന്നത് എന്തുകൊണ്ടാണ്? സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അവിടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യം ചന്ദ്രയാൻ എന്ന് പറയുന്ന ദൗത്യം പൂർത്തീകരിച്ചു. നമ്മളെല്ലാവരും അത് ആഘോഷിച്ചവരാണ്, സന്തോഷിച്ചവരാണ്. പക്ഷെ ഇതെല്ലാം നിയന്ത്രിക്കുന്നവനാരാണ്? ഇതെല്ലാം നിയന്ത്രിക്കുന്നവനാരാണ്? സ്പേസിൽ പോയി തിരിച്ചു വന്ന നയാദിയെ കുറിച്ച് നമ്മൾ അറിഞ്ഞു. UAE-യുടെ ഏറ്റവും വലിയ ആകാശ നിരീക്ഷണം നടത്തി തിരിച്ചു വന്ന നിയാദി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ആ മനുഷ്യനെ കുറിച്ച് നമ്മൾ വായിച്ചു. സ്പേസിൽ പോയി 6 മാസക്കാലമാണ് ജീവിച്ചത്. ഇന്റർനാഷണൽ സ്പേസിൽ 6 മാസക്കാലം ജീവിച്ചു. ഈ സ്പേസ് എന്ന് പറയുന്നത് മനുഷ്യനുണ്ടാക്കിയതാണ്. ആ മനുഷ്യനിർമ്മിതിയായ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ ഭൂമിയെ വലയം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ ദിവസം 16 പ്രാവശ്യമാണ് അത് ഭൂമിയെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മനുഷ്യന് സൃഷ്ടിച്ചുവെങ്കിൽ അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ചെറിയ ഒരു ഗ്രഹമായ ഭൂമിയെയാണ്. നമ്മുടെ ഇപ്പതാ ഇന്ത്യ രാജ്യം നമ്മുടെ സൂര്യനിലേക്കുള്ള ദൗത്യം പറഞ്ഞയച്ചിരിക്കുകയാണ്. ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അപ്പുറത്താണ് സൂര്യനുള്ളത്. 15 കോടി കിലോമീറ്റർ അപ്പുറത്തുള്ള സൂര്യൻ ഒരിക്കലും ഇങ്ങോട്ട് ഉതിർന്നു വീഴുന്നില്ല. അത് കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഓരോ നക്ഷത്രങ്ങളും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിന് ഉദയവും അസ്തമാനവുമുണ്ട്. ഇതിനെ നിയന്ത്രിക്കുന്നവനാരാണ്? അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. ഖുർആൻ ഓതുമ്പോ, നിസ്കരിക്കുമ്പോ, ഓരോ വസ്തുക്കൾ കാണുമ്പോ, ഇങ്ങനെയുള്ള വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നമ്മൾ വായിക്കുമ്പോ അവിടെയെല്ലാം ഇതിന്റെ പിന്നിൽ എൻ്റെ റബ്ബാണല്ലോ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എൻ്റെ രക്ഷിതാവായ തമ്പുരാനാണല്ലോ എന്നുള്ള ഒരു ചിന്ത നമുക്ക് വരുന്നുണ്ടെങ്കിൽ അവിടെയാണ് ഞാനും നിങ്ങളും മുസ്ലിമാകുന്നത്. അല്ലാഹു തആല ആലോചിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ഇബാദത്തും അത് മനസ്സിന് സംതൃപ്തി നൽകുന്ന മറ്റൊരു കാര്യവും നമുക്ക് കാണാൻ കഴിയില്ല. അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ കുറിച്ച് ആലോചിക്കുക, അതാണ് മനസ്സിന് ശാന്തി നൽകുന്നത്. എത്ര വലിയ പരാജയം സംഭവിച്ചാലും, എത്ര വലിയ ടെൻഷൻ അടിച്ചാലും ശരി, എൻ്റെ റബ്ബുണ്ടല്ലോ, എനിക്ക് ആകാശ ലോകങ്ങളെ മുഴുവനും പടച്ച അതിനെ നിയന്ത്രിക്കുന്ന റബ്ബാണ് എൻ്റെ രക്ഷിതാവായ തമ്പുരാൻ, അവൻ എൻ്റെ കൂടെയുണ്ടല്ലോ എന്നുള്ള ഒരു സമാധാനം നമുക്കുണ്ടാവണം. അതിന് അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചു കൊണ്ടേയിരിക്കണം. അവിടെ ഒരിക്കലും നമുക്കൊരിക്കലും ടെൻഷൻ വരാനില്ല. അത് ദുനിയാവിൽ ടെൻഷൻ ഇല്ല. ആഖിറത്തിലെത്തിക്കഴിഞ്ഞാലോ അല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത് തൂബാ ലഹും വഹുസ്നു മആബ്. الذين آمنوا وعملوا الصالحات طوبى لهم وحسن مآب. അചഞ്ചലമായ വിശ്വാസമുള്ളവൻ അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ആരാധിക്കുകയും ചെയ്താൽ തൂബാ ലഹും, അവർക്ക് അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും നല്ല അല്ലാഹു സംവിധാനിച്ചിട്ടുള്ള ഏറ്റവും വലിയ സന്തോഷമാണ്. അവർക്ക് സ്വർഗമാണ് അല്ലാഹു തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ ഒരു ചിന്ത എന്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ടെൻഷനില്ല. എത്ര വലിയ പരാജയം വന്നവനും ടെൻഷനില്ല. അവന് പിന്നെ അവന്റെ ജീവൻ ഒടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവുകയില്ല. അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരാളാണെങ്കിൽ, യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുന്നവനാണെങ്കിൽ അവന് പിന്നെ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യം വരൂല. കാരണം എൻ്റെ റബ്ബിൻ്റെ മുന്നിലുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്താൽ ഞാൻ അങ്ങോട്ടാ പോകേണ്ടത് എന്ന് അറിയാണ്ടാണല്ലോ.
ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാഞ്ഞിട്ടാണല്ലോ ആത്മഹത്യ ചെയ്യുന്നത്. അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടാ പോകുന്നത് എന്ന് അറിഞ്ഞാൽ പിന്നെ അവൻ ആത്മഹത്യ ചെയ്യുന്നില്ലല്ലോ. ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കാൻ കഴിയുന്ന, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന പരിശുദ്ധ ഖുർആനിന്റെ ആളുകളായി നമ്മൾ മാറുക. ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വിജയമാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് എനിക്ക് ആദ്യമായും അവസാനമായും നിങ്ങളോട് പറയാനുള്ളത്, ഓരോ ആളുകളും പ്രതിജ്ഞയെടുക്കണം. ഇന്ന് മുതൽ എനിക്ക് ദീന് പഠിക്കണം, എനിക്ക് ഖുർആൻ പഠിക്കണം. ഓരോ ദിവസവും ഓതുന്ന ആയത്തുകളുടെ അർത്ഥങ്ങളൊക്കെ കുറച്ചൊക്കെ പഠിക്കണം. ഞാൻ ചൊല്ലുന്ന ദിക്റുകളുടെ അർത്ഥം എനിക്കറിയണം. എനിക്ക് എൻ്റെ റബ്ബിനെ മനസ്സിലാക്കണം, എനിക്ക് എൻ്റെ റബ്ബിനെ കടുക്കണമെന്നുള്ള ഒരു ചിന്ത ഓരോ ആളുകളുടെയും മനസ്സിലുണ്ടാവണേ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഓരോ ദിവസവും നമ്മൾ കിടപ്പറയിലേക്ക് പോകുമ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത്, ഇന്നത്തെ ദിവസം എന്തൊക്കെ നന്മയാണ് ഞാൻ ചെയ്തത് എന്നുള്ള ഒരു അവലോകനം ചെയ്തിട്ടാവണം നമ്മൾ ഉറക്കിലേക്ക് പോകേണ്ടത്. അവിടെയും നമ്മൾ അല്ലാഹുവിനെ കുറിച്ച് ആലോചിക്കണേ. അങ്ങനെ ആലോചിക്കാതെ കിടപ്പറയിലേക്ക് പോവാൻ പാടില്ല. അല്ലാഹുവിനെ കുറിച്ചുള്ള ആലോചനയുണ്ടാവണേ. കിടപ്പറയിലേക്ക് പോകുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു മരണമാണ്. നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു മരണമാണ്. ആ മരണത്തിൽ നിന്ന് പിന്നെ എഴുന്നേൽക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, മരണം, ഈ ഉറക്കമെന്ന് പറയുന്നത്, ഉറക്കത്തിലൂടെ ചില ആളുകളെ ഞാൻ അങ്ങോട്ട് മരിപ്പിക്കുന്നതാണ്. ചില ആളുകൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് വീണ്ടും ഉറക്കത്തിൽ നിന്ന് ഉണരുന്നതാണ്. ഉറക്കിലേക്ക് പോകുമ്പോഴും ഉണരുമ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോഴും നടക്കുമ്പോഴും എപ്പോഴും അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദാ, അവരല്ലാഹുവിനെ ആലോചിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. ഖിയാമൻ വഖുഊദാ, അവരുടെ ത്തിലും ഇരുത്തത്തിലും അല്ലാഹുവിനെ ആലോചിക്കുന്നവരാണ്. അങ്ങനെ എപ്പോഴും അല്ലാഹുവിനെ ആലോചിച്ചിട്ട് അവരിങ്ങനെ ആകാശലോകത്തേക്ക് നോക്കിയിട്ട് പറയുന്നവരാണ്, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ, അല്ലാഹുവേ അണ്ടകടാഹങ്ങളെ മുഴുവനും നീ വെറുതെ സൃഷ്ടിച്ചതല്ലല്ലോ റബ്ബേ, ഇതെല്ലാം നിന്റെ മഹാത്ഭുതങ്ങളാണല്ലോ റബ്ബേ. എന്തൊക്കെ അത്ഭുതങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മുടെ ശരീരത്തിലേക്ക് അങ്ങോട്ട് ചെന്നാൽ പിന്നെ അതിനേക്കാൾ വലിയ അത്ഭുതമാണ്. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹ്, ഒരാൾ തന്റെ ശരീരത്തെ കുറിച്ച് പഠനം നടത്തിയാൽ അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയും. ശാസ്ത്രത്തിന് എന്ത് പറയാം? ഒരു മിനിറ്റിൽ ഹൃദയം 72 തവണ, നോർമൽ ഹൃദയം 72 തവണ മിടിപ്പുണ്ടാവണം. ശാസ്ത്രത്തിന് പറയാം. ശാസ്ത്രത്തിന് അത്രേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഈ മിടിപ്പുണ്ടാക്കുന്നവനാര്? അത് പറയൂല. മിടിപ്പുണ്ടാക്കുന്നവനാര്? ഒരു ദിവസം ഒരു മിനിറ്റിൽ ഇത്ര തവണ മിടിക്കുന്നു എന്ന് ശാസ്ത്രത്തിന് പറയാൻ പറ്റും. ഒരു ദിവസം ഇത്ര ലിറ്റർ രക്തം നമ്മുടെ കിഡ്നി ശുദ്ധിയാക്കുന്നു എന്ന് ശാസ്ത്രത്തിന് പറയാം. അതിൻ്റെ ഉള്ളിൽ ബാറ്ററി ഇട്ടിട്ടില്ലല്ലോ. അതിൻ്റെ ഉള്ളിൽ സംവിധാനിക്കുന്നവനാരാണ്? അത് ശാസ്ത്രത്തിന് ഒരിക്കലും പറയാൻ കഴിയൂല. നമ്മുടെ ഹൃദയത്തിൻ്റെയും നമ്മുടെ വാൾവുകളുടെയും കുടലിൻ്റെയും ആമാശയത്തിൻ്റെയും നമ്മുടെ തലച്ചോറിൻ്റെ സെല്ലുകളെ പറ്റിയിട്ടൊക്കെ ഇന്നതൊക്കെ പ്രവർത്തിക്കുന്നു എന്ന് പറയാമെന്നതല്ലാതെ ഇതിനെ ആരാണ് പ്രവർത്തിക്കുന്നവൻ, ഇതിനെ ആരാണ് പ്രവർത്തിപ്പിക്കുന്നവൻ, ഇതിനെക്കുറിച്ച് ശാസ്ത്രം പറയാറില്ലല്ലോ. നമ്മൾ അതാണ് ആലോചിക്കേണ്ടത്. ഇതിനെല്ലാം പ്രവർത്തിപ്പിക്കുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. ഇങ്ങനെ എവിടെ, നമ്മുടെ ശരീരം മാത്രമല്ല, എവിടെ നമ്മൾ നോക്കിയാലും അള്ളാഹുവിന്റെ മഹാത്ഭുതമാണ്. സാധാരണഗതിയിൽ ഒരു പശു പ്രസവിച്ചു കഴിഞ്ഞാൽ ആ പശുക്കുട്ടിയെ ആ തള്ളപ്പശു ഇങ്ങനെ നാവ് കൊണ്ടിങ്ങനെ തുടച്ചുകൊണ്ടേയിരിക്കും. പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടനെ അതിന്റെ സ്നേഹവാത്സല്യങ്ങൾ ഇങ്ങനെ കാണിക്കും. പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നാവുകൊണ്ട് ഇങ്ങനെ തുടച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹു നൽകിയ ഒരു കാരുണ്യത്തിന്റെ ഒരു അടയാളമാണത്. ഇതേ പശു തന്നെ നമ്മുടെ നാട്ടിലുള്ള പശുവല്ല, കാട്ടിലുള്ള പശുവാണ് ഇങ്ങനെ ഉണ്ടായതെങ്കിൽ, പ്രസവിച്ചതെങ്കിൽ കാട്ടുപശുക്കുട്ടി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുമത്രേ. കാട്ടുപശുവാണ് പ്രസവം നടത്തിയതെങ്കിൽ അതിന്റെ കുട്ടി ഉടനെ തന്നെ പ്രസവം കഴിഞ്ഞാൽ ഉടനെ ആ കുട്ടി എഴുന്നേറ്റ് ഓടിപ്പോകും, അവിടെ നിൽക്കുകയില്ല. കാരണം എന്തേ?
ഈ വാത്സല്യത്തോടുകൂടെ ഈ പശുവെങ്ങാനും ആ കുട്ടി എങ്ങനെ നാവ് കൊണ്ട് തുടച്ചു കഴിഞ്ഞാൽ, കാട്ടുപശുവിന്റെ നാവ് കുറച്ച് ഉരമുള്ളതാണ്, മിനുസമുള്ളതല്ല. ഉരമുള്ള പശുവിന്റെ ആ നാവ് കൊണ്ട് കുട്ടിയെ തുടച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് തൊലി ഉരിഞ്ഞു പോകുമെന്നുള്ളത് കൊണ്ട് തന്നെ ആ പശുക്കുട്ടി അവിടെ നിന്ന് ഓടിപ്പോകുമെന്ന് ശാസ്ത്രം പറയുന്നു. ആരാണ് പഠിപ്പിച്ചത്? ആരാണ് പഠിപ്പിച്ചത്? ഇങ്ങനെ ഒരു സംവിധാനം എൻ്റെ അമ്മ എന്നെ ഇങ്ങനെ തുടച്ചു കഴിഞ്ഞാൽ അതെന്റെ ശരീരത്തിന് ബുദ്ധിമുട്ടാണെന്ന് ഈ പശുക്കുട്ടിക്ക് ആരാണ് പഠിപ്പിച്ചു കൊടുത്തത്? അതാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, അതാണ് തമ്പുരാൻ, അമ്മ എല്ലാവരെയും നിയന്ത്രിക്കുന്ന അല്ലാഹ്. ഒരു മുട്ട, ഒരു കോഴിമുട്ട പുറത്തേക്ക് വിരിഞ്ഞ് പുറത്തേക്ക് കുട്ടി വരണമെങ്കിൽ എത്ര ദിവസം പിടിക്കും? ഒരു കോഴിമുട്ട, കോഴിയുടെ മുട്ട വിരിഞ്ഞിട്ട് കോഴി ഇങ്ങോട്ട് വിരിഞ്ഞ് പുറത്തേക്ക് വരാൻ എത്ര ദിവസമാണ്? നിങ്ങളുടെ നാട്ടിലൊക്കെ എത്ര ദിവസമാണ്? ഇവിടെ അല്ലേ 21 ദിവസം. 21 ദിവസമായാൽ കുട്ടി വിരിഞ്ഞ് പുറത്തേക്ക് വരും. 20ാമത്തെ ദിവസത്തിന്റെ അന്നത്തെ രാത്രിയിൽ 20ാമത്തെ ദിവസം ആ കുട്ടി നാളെ പുറത്തേക്ക് വരികയാണ്. ആ കുട്ടി പുറത്തേക്ക് വരുന്ന സമയത്ത് ആരാണ് ആ കുട്ടി 20ാമത്തെ ദിവസം ആ കുട്ടിയുടെ അതിസൂക്ഷ്മമായിട്ടുള്ള വരാനിരിക്കുന്ന കുട്ടിയുടെ കൊക്കിലിങ്ങനെ അതിസൂക്ഷ്മമായ മൈക്രോസ്കോപ്പ് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ചുണ്ടിൽ ഒരു പ്രത്യേകമായ സൂചി അല്ലാഹു ഘടിപ്പിച്ചിരിക്കുന്നു. ഒരു പ്രത്യേകമായ ഒരു സൂചി അതുകൊണ്ട് കുത്തിയിട്ടാണ് അത് പുറത്തേക്ക് വരുന്നത്. ആരാണ് സംവിധാനിച്ചത്? അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിനേക്കാൾ സൂക്ഷ്മമായ മൈക്രോസ്കോപ്പ് വെച്ചാലും ആ സൂചിയെ പിന്നെ കാണാനില്ല. തള്ളക്കോഴിയും കുഞ്ഞുങ്ങളും പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തള്ളക്കോഴിയും കുഞ്ഞുങ്ങളും പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചെറിയ ചെറിയ കുട്ടികളുള്ള തള്ളക്കോഴി അവരിങ്ങനെ ഒന്നിച്ചിങ്ങനെ പോകുന്നത് കാണാം. ഒന്നിച്ചിങ്ങനെ പോയിട്ട് ഇടക്കിടക്ക് ചെറിയ ക എന്നുള്ള ശബ്ദം ഇങ്ങനെ ഇടുന്നത് കാണാം. അങ്ങനെ ക എന്നുള്ള ശബ്ദം ഇങ്ങനെ ഇടുമ്പോ നോക്കാം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാം അത് വല്ല മണ്ണിര ഈ ചെറിയ കുട്ടികൾക്കുള്ള ഭക്ഷണം ഇങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുകയായിരിക്കും തള്ളക്കോഴി. അതിന്റെ ശബ്ദം ഒന്ന് വേറെയാണ്, ചെറിയ ശബ്ദമായിരിക്കും. അതേ സമയത്ത് ഇടയ്ക്ക് ഈ തള്ളക്കോഴിയുടെ ശബ്ദം കുറച്ച് നീട്ടുകൂടിയാൽ ക എന്നുള്ള ഒരു ശബ്ദത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മുകളിലേക്ക് നോക്കിയാൽ കാണാം വല്ല കാക്കയോ പരുന്തുകളോ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് കാണാം. ഇതാരാണ് പഠിപ്പിച്ചു കൊടുത്തത്? ഇതാരാണ് പഠിപ്പിച്ചു കൊടുത്തത്? ചെറിയ ശബ്ദമുണ്ടാക്കിയാൽ അത് ക്യാൻറ്റീനിൽ നിന്നുള്ള ബെല്ലാണെന്നും വലിയ ശബ്ദമുണ്ടാക്കിയാൽ അത് ഡേഞ്ചർ സിഗ്നലാണെന്നും ഈ ചെറിയ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തതാരാണ്? അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. എവിടെയും അല്ലാഹ്, എവിടെയും അല്ലാഹ്. നമ്മുടെ ഇരിപ്പിലും നടപ്പിലും കിടപ്പിലും നമ്മുടെ യാത്രയിലും എവിടെയും അല്ലാഹ് എന്ന ഒരു ചിന്ത നമുക്കുണ്ടാവണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്, നേരം വൈകി എന്ന് തോന്നുന്നു. അപ്പോ നമ്മളെല്ലാവരും അങ്ങനെയുള്ള ഒരു വഴിയിലേക്ക് നമ്മൾ വരിക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ പഠിക്കുവാൻ ഞാൻ നേരത്തെ പറഞ്ഞത് 80 വയസ്സായ ആളാണെങ്കിലും 20 വയസ്സായ ആളാണെങ്കിലും 15 വയസ്സായ ആളാണെങ്കിലും ഞാൻ പഠിക്കും എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം നമുക്കുണ്ടാവണം. പരിശുദ്ധ ഖുർആൻ ഓതാൻ കഴിയാത്ത ആൾക്കാരുണ്ടാവും, പരിശുദ്ധ ഖുർആൻ ഓതാൻ കഴിയാത്ത മുതിർന്ന ആളുകൾ ഉണ്ടാവും, അക്ഷരങ്ങൾ അറിയാത്ത ആളുകൾ. അവർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പറയുന്നവരാണ്. ഞാൻ ഏതായാലും പഠിച്ചില്ല, പേരക്കുട്ടികളെ നിങ്ങൾ പഠിച്ചോളെ, പോരാ ഞാൻ പഠിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസം ഉണ്ടാവണം. അങ്ങനെയുള്ള എഴുത്തും വായനയും അറിയാത്ത ആളുകൾക്ക് അലിഫ് മുതൽ പഠിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. നാട്ടുകാരായ ആളുകൾക്ക് ഇത്രയും മനോഹരമായ ഒരു പള്ളി ഉണ്ടാക്കിയിട്ട് ഇതിന്റെ ഉള്ളിൽ അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അതിന് നമ്മുടെ ഉസ്താദുകളായി നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ഖുർആൻ അതനുസരിച്ചുകൊണ്ട് അതിനെ പിൻപറ്റിക്കൊണ്ട് ജീവിതകാലം മുഴുവൻ അതിനെ സ്നേഹിച്ചുകൊണ്ട് അതിൻ്റെ ഖാദിമായി ജീവിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതം മുഴുവൻ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ആരാധിക്കലായി മാറ്റുവാൻ, എല്ലാ സമയത്തും അള്ളാഹുവിനെ കുറിച്ച് ദിക്ർ ചൊല്ലുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.
അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമ്മളെല്ലാവരും അതിനു വേണ്ടി ഒരാൾക്കും ഒരു മടുപ്പില്ലാതെ എത്ര നേരം ഇരുന്നു സ്ത്രീകൾ അവിടെ നമ്മുടെ ഈ പ്രഭാഷണം കേൾക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അവർക്കും പരിശുദ്ധമായ ദീൻ പഠിക്കുവാനുള്ള സംവിധാനം ദിവസങ്ങളിൽ എപ്പോഴാണെങ്കിലും അത് തീരുമാനിച്ചിട്ട് സ്ത്രീകൾക്ക് കൂടെ ഉൾപ്പെടുത്തി നമ്മുടെ നാട് നന്നാകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ത്രീകൾ നന്നാവുക എന്നുള്ളതാണ്. നമ്മുടെ സ്ത്രീകൾ ഖുർആൻ പഠിക്കുന്നവരും ദീന് പഠിക്കുന്നവരും വെറുതെ ഒരു വയല് പറഞ്ഞങ്ങോട്ട് പോകാന്ന് മാത്രമല്ല, കാര്യക്ഷമമായിട്ട് നമ്മളെ ദീനിനെ കുറിച്ച് അവർ പഠിച്ചാൽ നമ്മുടെ നാട് മുഴുവൻ നന്നായി എന്നുള്ളതാണ്. സ്ത്രീകൾ നന്നായി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള മക്കൾ നന്നായി. ഓരോ സ്ത്രീകളും ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഭർത്താക്കന്മാരെ നിർബന്ധമായും സുബഹിക്ക് എണീപ്പിച്ചിട്ട് പള്ളിയിൽ പറഞ്ഞേക്കണം എന്നുള്ളതാണ്. സ്ത്രീകൾ ആദ്യം ഉണരണം. കുളിക്കാനുള്ള ആളുകൾ കുളിക്കണം. സുബഹിന്റെ മുമ്പ് തന്നെ എഴുന്നേറ്റ് ആ ഒരു ശീലം നമ്മൾ കൊണ്ടുവന്നാൽ എന്തൊരു ഭംഗിയാണ്, എന്തൊരു സന്തോഷമാണ്, എന്തൊരു ബറക്കത്താണ്. ഓരോ വീടുകളിലും സ്ത്രീകൾ ആദ്യം എഴുന്നേൽക്കണം. അവരെഴുന്നേറ്റിട്ട് അവരുടെ മക്കളെ വിളിച്ചുണർത്തണം, അവരുടെ മക്കളെ വിളിച്ചുണർത്തണം, അവരുടെ മരുമക്കളെ വിളിച്ചുണർത്തണം, ഭർത്താക്കന്മാരെ വിളിച്ചുണർത്തണം, അവരെ പള്ളിയിലേക്ക് പറഞ്ഞേക്കണം. അങ്ങനെയുള്ള ഒരു ദീനി ചൈതന്യമുണ്ടായാൽ പല സ്ഥലങ്ങളിലും വീട്ടിൽ നിന്ന് ഉപ്പമാര് പള്ളിയിലേക്ക് വരും. പള്ളിയിലേക്ക് എങ്ങനെ വരികയെന്നറിയോ? റൂമിൽ നിന്ന് 4 മണിയാവുമ്പോൾ 4 മണി 3:30 എഴുന്നേൽക്കും ചില വാപ്പമാര്. അവര് വീട്ടിൽ നിന്ന് എഴുന്നേറ്റിട്ട് കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കും, മെല്ലെ എഴുന്നേൽക്കുള്ളൂ. റൂമിൽ ലൈറ്റ് പോലും ഇടൂല. കാരണം എന്താ? എൻ്റെ മകള് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടികൾ ഉണരാൻ പാടില്ല. കാരണം അവർ ഉണരാൻ പാടില്ല. അങ്ങനെ ലൈറ്റ് പോലും ഇടാതെ മൂപ്പര് മെല്ലെ വാതിലും മെല്ലെ തുറന്ന് ബാത്റൂമിൽ പോയി ആ ഫ്ലഷ് അമർത്തുന്നത് പോലും മെല്ലെ ആയിന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെ മെല്ലെ ഒന്നുണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ വൃത്തിയായിട്ട് മൂപ്പര് മെല്ലെ വാതിൽ മെല്ലെ പുറത്തേക്ക് പൂട്ടിയിട്ട് മെല്ലെ അങ്ങോട്ട് പോരും. സുബഹിസ്കാരം കഴിഞ്ഞാൽ മെല്ലെ അങ്ങോട്ട് കയറും. ഇങ്ങനെയല്ല നമ്മൾ പോരേണ്ടത്. എല്ലാവരെയും വിളിച്ചുണർത്തണം. സ്ത്രീകൾ പള്ളിയിൽ വരണ്ട, അവർ വീട്ടിൽ നിസ്കരിച്ചാൽ മതി. പക്ഷേ അവർ ഉണരണം. കാരണം എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ, വല്ലിപ്പ എഴുന്നേൽക്കുന്നുവെങ്കിൽ, ബാപ്പ എഴുന്നേൽക്കുന്നുവെങ്കിൽ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരെയും വിളിച്ചുണർത്തണം. ചെറിയ കുട്ടികൾ, തമ്മീസാകാത്ത പ്രായപൂർത്തിയാകാത്ത കുട്ടികളുണ്ടെങ്കിൽ ഒക്കെ, അല്ലാത്തവരൊക്കെ അവരൊക്കെ വിളിച്ചുണർത്തണം. ചെറിയ കുട്ടികളാണെങ്കിൽ അവരെ പള്ളിയിലേക്ക് കൊണ്ടുവരണം. ഇടക്കൊക്കെ പള്ളിയിൽ കൊണ്ടുവരണം. പള്ളി കാണിച്ചു കൊടുക്കണം. തുർക്കിയിലെ ഒരു പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നിടത്ത് ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എഴുതി വെച്ചിട്ടുള്ളതെന്ന് അറിയോ? തുർക്കിയിലെ പ്രസിദ്ധമായ പള്ളിയിൽ ആളുകൾ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്നിടത്ത് ഒരു വലിയൊരു നോട്ടീസ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത് എന്താണെന്നറിയോ? നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾ ബാക്കിൽ നിന്ന് ഓടിക്കളിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടോ ചാടുകയൊക്കെ ചെയ്യുന്ന ശബ്ദം നിലക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ മുസ്ലിങ്ങൾ തളർന്നു പോകുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചോളണം. ഗൗരവപരമായ വിഷയമാണ്. ഇന്നത്തെ അവസ്ഥ എന്താന്ന് വെച്ചാൽ, ചില സ്ഥലത്തൊക്കെ കുട്ടികൾ പള്ളിക്ക് വരാൻ പറ്റില്ല, ചെറിയ കുട്ടികളൊന്നും. ഇനി അഥവാ കുട്ടികൾ വന്നിട്ട് ഒന്ന് അവിടെ നിന്ന് തോണ്ടുക അല്ലെങ്കിൽ അവിടെ നിന്ന് ഒച്ചുണ്ടാക്കുക, ഒന്ന് ചാടുക ഓടുക ചെയ്താൽ അതോടുകൂടെ ഉണ്ടാതെ പോടാ ഇവിടുന്ന് ഓ പിന്നെ ജീവിതകാലത്ത് പിന്നെ പള്ളിക്ക് വരില്ല. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. കുട്ടികളാവുമ്പോൾ ഓടിക്കളിക്കുകയൊക്കെ ചെയ്യും, കുട്ടികളാവുമ്പോൾ വർത്താനം ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. അത് അവർക്ക് അനുവദനീയമാണ്. എല്ലാ കുട്ടികളും കൂടി വന്ന് ഇവിടെ എങ്കിലും ഉണ്ടാക്കണം എന്നല്ല പറഞ്ഞത്. നമ്മൾ ഉപദേശിക്കുമ്പോൾ നല്ല നിലക്ക് ഉപദേശിക്കണം. കുട്ടികൾ അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ റഈസുൽ മുഫസ്സിരീൻ, മുഫസ്സിരീങ്ങളുടെ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവാണ്. റഈസുൽ മുഫസ്സിരീൻ സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഒരു ദിവസം നിസ്കരിക്കുന്ന സമയത്ത്, അവർ ചെറിയ കുട്ടിയാകുമ്പോൾ സഹാബാക്കളൊക്കെ നിസ്കരിക്കുന്നതിന്റെ ഇടയിലുണ്ട്. അന്നത്തെ കാലത്ത് വണ്ടിന്റെ പുറത്ത് കയറിയിട്ട് ഒരു കഴുതയുടെ പുറത്ത് കയറിയിട്ട് നിസ്കരിക്കുന്ന ആൾക്കാരാകുമ്പോൾ കുടു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകാണ്. ആരോ പിടിച്ച് ചൂടായി നിസ്കാരത്തിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ചൂടാകാൻ പാടില്ല, അവർക്ക് അനുവദനീയാണ്, അവർക്ക് പോകാം. നമ്മുടെ കുട്ടികളെ നമ്മൾ തടയാൻ പാടില്ല. നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത് നമ്മൾ നിസ്കരിക്കുമ്പോ കുട്ടികളോട് പറയേണ്ട ആവശ്യമില്ല. ഉമ്മമാര്
കറക്റ്റായി ഉമ്മമാർ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ 2 വയസ്സായ കുട്ടിയാണെങ്കിൽ ആ കുട്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഓനാണെങ്കിലും ഓളാണെങ്കിലും ഒരു മുസല്ലൊക്കെ ഉണ്ടാക്കി ഏതെങ്കിലും ഒരു തുണിക്കഷ്ണമൊക്കെ കൊണ്ടുവന്ന് വിരിച്ച് ഉമ്മാന്റെ പിന്നാലെ നിസ്കരിക്കും. പറയേണ്ട ആവശ്യമില്ല. ഇതേപോലെ തന്നെ നമ്മുടെ ചെറിയ കുട്ടികൾ കുറച്ചൊക്കെ വകതിരി പറ്റിയ കുട്ടികളെ നമ്മൾ പള്ളിയിൽ കൊണ്ടുവരണം. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് അവർക്കൊന്ന് കാണിച്ചു കൊടുക്കണം. നമ്മൾ ഇവിടെ ഇന്നതൊക്കെയാണ് നടക്കുന്നത്, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ് എന്നുള്ള ഒരു തോന്നൽ അവർക്ക് ഉണ്ടാവണം. നമ്മൾ ബാത്റൂമിലേക്ക് കയറുമ്പോൾ സാധാരണഗതിയിൽ നമ്മളെല്ലാവരുടെയും വീട്ടില് ബാത്റൂമിലേക്ക് കയറുമ്പോൾ ചെരുപ്പുണ്ടാവും. ചെരുപ്പിട്ടിട്ടാണല്ലോ അധികം ആൾക്കാരും കയറല്. ആ ചെരുപ്പ് വലിയ ചെരുപ്പ് മാത്രമേ നമ്മൾ ഇടാറുള്ളൂ. ചെറിയ ചെരുപ്പ് നമ്മൾ ആരും വെക്കാറില്ല. വലിയ ചെരുപ്പ് ആർക്കുള്ളതാ? അത് വലിയ ആൾക്കാർക്കുള്ളതാണ്. നമ്മളൊരു ചെറിയ ചെരുപ്പ് അവിടെ കൊണ്ടുവന്ന് വെച്ചു വിചാരിക്കുക. ഇതുവരെ കുട്ടി വിചാരിച്ചത് എന്താ? ഇതൊക്കെ വലിയ ആൾക്കാർക്കുള്ളതല്ലേ, ഓല് ചെരുപ്പിട്ട് ഓല് കയറത് എന്തിനാന്ന് ഓൽക്ക് മനസ്സിലായിട്ടില്ല. അതേ സമയത്ത് നമ്മൾ അവിടെ ഒരു ചെറിയ ചെരുപ്പും കൂടി കൊണ്ടുപോയിട്ടു എന്ന് വിചാരിക്കുക. അപ്പൊ കുട്ടി ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കും ഇത് എനിക്കുള്ളതാണ്. പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമല്ല. ഇത് ബാപ്പാക്ക് മാത്രമല്ല, ഞാൻ കയറുമ്പോഴും ചെരുപ്പിട്ടിട്ടാണ് കയറേണ്ടത് എന്ന് മനസ്സിലാക്കും. നിസ്കരിക്കുന്നത് നമ്മളെ വീട്ടിൽ മുസല്ലകൾ, വലിയ വലിയ മുസല്ലകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. നമ്മൾ വാങ്ങുന്ന സമയത്ത് ഒരു ചെറിയ മുസല്ലയും കൂടി വാങ്ങിയാൽ നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കും നിസ്കാരം ഓൽക്ക് മാത്രമല്ല എനിക്കും കൂടി ഉള്ളതാണ് എന്ന് കുട്ടി മനസ്സിലാക്കും. ഇങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരേണ്ടത്. നമ്മുടെ മക്കളടക്ക് നമ്മൾ പള്ളിയിലേക്ക് കൊണ്ടുവരണം. അവർക്ക് കാണിച്ചു കൊടുക്കണം. അവരെ നമ്മൾ ചീത്ത പറയാനോ ചൂടാകാനോ പാടില്ല. നല്ല നിലയിൽ അവരെ ഉപദേശിക്കണം, അവർക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയുള്ള കുട്ടികളാക്കി അല്ലാഹു തആല മാറ്റിത്തരുമാറാവട്ടെ. ഇവിടെ ഇവിടെ ഞാൻ വന്നപ്പോ മനോഹരമായി ഒരാൾ ഖുർആൻ മനഃപ്പാടമാക്കിയ ഒരു ഹാഫിളായ കുട്ടി ഇവിടെ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഞാൻ കേട്ടു. ഈ നാട്ടിലുള്ള ഹാഫിളാണ്. ഹാഫിളീങ്ങൾ കുറെ ഉണ്ട് ഇവിടെ, 2 ആളുണ്ട്. അൽഹംദുലില്ലാഹ്. ഒരു നാട്ടിൽ മാഷാ അല്ലാഹ് ആർജവത്തോടുകൂടെ പറയാൻ കഴിയണം ഇന്റെ കുട്ടി പേരക്കുട്ടി ഹാഫിളാണെന്ന് പറയാൻ കഴിയണം. അവിടെയാണ് നമ്മുടെ വിജയം. അങ്ങനെ നാട്ടിലുണ്ടാവണം. അതിനുള്ള പ്രോത്സാഹനങ്ങൾ നമ്മൾ കൊടുക്കണം. മനോഹരമായി ഇവിടെ ഖുർആൻ പാരായണം ചെയ്തു. അല്ലാഹു തആല അത് നിലനിർത്തുവാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ഖുർആനുമായുള്ള ബന്ധം, അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ വാർത്തെടുക്കണം. ഒരു നാട്ടിലൊരു ഹാഫിള് ഉണ്ടാവൽ നിർബന്ധമാണ്. ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുണ്ടാവൽ നിർബന്ധമാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഓരോ ആളുകൾ ഓരോ നാട്ടിലുണ്ടാവണം. അപ്പൊ നമ്മുടെ ദുനിയാവിൽ വെച്ചുകൊണ്ട് നമുക്ക് കൂലി ഉണ്ടാക്കാൻ പറ്റിയതിൽ ഏറ്റവും വലുത് അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതൊരിക്കലും മടുപ്പ് വരികയില്ല. മടുപ്പ് വരാത്ത ഒരു കാര്യമുണ്ടെങ്കിൽ വഖൈറു ജലീസിൻ ലാ യുമല്ലു ഹദീസുഹു വതർദാദുഹു യസ്ദാദു ഫീഹി തജമ്മുലാ. വഖൈറു ജലീസിൻ, ഏറ്റവും നല്ല കൂട്ടുകാരൻ എന്ന് പറയുന്നത് ആരാണ്? അത് പരിശുദ്ധ ഖുർആനാണ്. അത്രയും നല്ല ഒരു കൂട്ടുകാരൻ വേറെയില്ല. അതൊരിക്കലും മടുപ്പ് വരാറില്ല. വഖൈറു ജലീസിൻ ലാ യുമല്ലു ഹദീസുഹു, ആ കൂട്ടുകാരനുമായി നമ്മൾ സംഭാഷണം നടത്തുന്നത് ഒരിക്കലും മടുപ്പ് വരാറില്ല. വതർദാദു യസ്ദാദു ഫീഹി തജമ്മുലാ, ആവർത്തിച്ച് പാരായണം ചെയ്താൽ അതിന്റെ മനോഹാരിത ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ഇതാണ് പരിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകത. നമ്മളെന്ന് പാരായണം ചെയ്യാൻ തുടങ്ങിയതാണ് സൂറത്തുൽ ഫാത്തിഹ. ഇതുവരെ ആർക്കെങ്കിലും മടുത്തിട്ടുണ്ടോ? സൂറത്തുൽ ഫാത്തിഹ ഒരാൾക്കും മടുപ്പ് വന്നിട്ടില്ല. ഇതുവരെ ഒരാൾക്കും മടുപ്പ് വന്നിട്ടില്ല. എത്ര കണ്ട് നമ്മൾ ഓതുന്നുവോ അത്ര കണ്ട് മനോഹാരിത കൂടുന്നതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അത് ഖുർആനിന്റെ മാത്രം പ്രത്യേകതയാണ്. ഖുർആനിൽ ഒരുപാട് കഥകളുണ്ട്. ഖുർആൻ കഥ ബുക്കല്ല. ഖുർആനിൽ ഒരുപാട് ശാസ്ത്രീയ സത്യങ്ങളുണ്ട്. ഖുർആൻ ശാസ്ത്രത്തിന്റെ ഗ്രന്ഥമല്ല. ഖുർആനിൽ ഒരുപാട് ഇബാദത്തുകൾ പറയുന്നുണ്ട്. ഖുർആൻ അതിന്റെ ഗ്രന്ഥമല്ല. എന്തെല്ലാമുണ്ടോ അതിന്റെ മുഴുവനും ഗ്രന്ഥമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ.
ആ ഖുർആനെ മുറുകെ പിടിക്കുന്നവരായിരിക്കണം. നമ്മുടെ മക്കൾ അതിന് പ്രചോദനം നൽകണം. നമ്മുടെ മക്കളെ ഹാഫിളീങ്ങളാക്കണം. അതിനുവേണ്ടി നമ്മൾ പറഞ്ഞയക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നാളെ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോൾ ആ ഇരുട്ടറയിൽ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നത് ഖുർആനാണ്. എന്നെയും നിങ്ങളെയും നാളെ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ വരെ വലിയ 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 മനുഷ്യനാണ്, വലിയ സ്ഥാനങ്ങളുള്ളവനാണ്. എത്ര വലിയവനാണെങ്കിലും ശരി, നമ്മളെല്ലാവരും പറഞ്ഞതാണ് ഈ ഭൂമി എൻ്റെതാണ്, ഈ ഭൂമി എൻ്റെതാണ്, ആ അത്ര സെന്റ് സ്ഥലം എൻ്റെതാണ്, ഈ ഫ്ലാറ്റ് എൻ്റെതാണ്, ഈ ബിൽഡിംഗ് എൻ്റെതാണ്. ഇതെല്ലാം നമ്മൾ പറയും. ഇത് കോടികൾ കൊടുത്ത് ഞാൻ വാങ്ങിയതാണ്, ഇത് കോടികൾ കൊടുത്ത് വാങ്ങാൻ എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ അഹങ്കാരം പറയുന്നവരാണ് നമ്മൾ. െങ്കിൽ നാളെ നമ്മളെ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുന്ന ഒരു രംഗമുണ്ടല്ലോ. 6 അടി മണ്ണിലേക്ക് ഒരു കാശും നൽകാതെ ആ ഭൂമി തന്നെ നമ്മളെ സ്വന്തമാക്കുന്നതാണ്. ഭൂമി നമ്മോട് പറയുന്നതാണ്, നീ കോടികൾ കൊടുത്ത് കൂട്ടിയ ഭൂമി ആ ഭൂമി തന്നെയാണ്, ഒന്നുമില്ലാതെ നിന്നെ ഞാൻ സ്വീകരിക്കുകയാണ് എന്ന് പറയും. ഒന്നുമില്ലാതെ നമ്മൾ അങ്ങോട്ട് സ്വീകരിക്കും ഭൂമി. ഖബറിലേക്ക് അങ്ങോട്ട് ഇറക്കുന്ന ഒരു രംഗമുണ്ടല്ലോ, അങ്ങോട്ട് ചെരിച്ചിട്ട് ഖബറിലേക്ക് അങ്ങോട്ട് ഇറക്കുമ്പോ ഖബറിൽ 2 ആളുകൾ ഇറങ്ങി നിന്നിട്ട് ഖബറിലേക്ക് അങ്ങോട്ട് സ്വീകരിച്ചിട്ട് ഖബറിലേക്ക് അങ്ങോട്ട് കിടത്തും. നമ്മളെ ഖബറിലേക്ക് അങ്ങോട്ട് കിടത്തിയാൽ അവിടെ സൗകര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. എത്ര നല്ല വലിയ മനുഷ്യനാണെങ്കിലും, എത്ര വലിയ പണ്ഡിതനാണെങ്കിലും, പാമരനാണെങ്കിലും, പണക്കാരനാണെങ്കിലും, സാധാരണക്കാരനാണെങ്കിലും, ഏതൊരു വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും ചെരിച്ചുകൊണ്ട് മാത്രമേ കടത്താൻ പാടുള്ളൂ. ഖിബലയിലേക്ക് നെഞ്ചു വരുന്ന രൂപത്തിലേ കടത്താൻ പാടുള്ളൂ, അല്ലാതെ മലർത്തി കിടത്താൻ പാടില്ല. ഒരാളെ മലർത്തി കിടത്തിയിട്ടാണ് അങ്ങനെ ഖബറടക്കിയതെങ്കിൽ ഖബറടക്കം കഴിഞ്ഞിട്ടാണ് ഓർമ്മയായത് അയാളെ മലർത്തിയിട്ടാണ് കടത്തിയിട്ടുള്ളത് എന്ന് ഓർമ്മ വന്നാൽ ഖബർ പൊളിച്ചിട്ട് ചരിച്ചു കടത്തണമെന്ന നിയമം. ഖബർ പൊളിച്ചിട്ട് അയാളെ ചെരിച്ചു കടത്തൽ നിർബന്ധമാണ്. ഖിബലയിലേക്ക് തിരിഞ്ഞിട്ട് കടത്തണം. അങ്ങനെ ആ ഖബറിലേക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഖബറിന്റെ മുകളിലുള്ള മൂടുകല്ല് വെച്ച് മണ്ണിട്ട് കഴിഞ്ഞാൽ അതുവരെ നമ്മളെല്ലാവരുമുണ്ട്, അതുവരെ കുടുംബക്കാരെല്ലാവരുമുണ്ട്, അതുവരെ നമ്മുടെ വാപ്പയായിരുന്നു, നമ്മുടെ ഉമ്മയായിരുന്നു, നമ്മുടെ എല്ലാമായിരുന്നു. നമ്മുടെ സ്വന്തക്കാരായ ആളുകൾ നമ്മുടെ ചുറ്റും കൂടി കരയുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭം എനിക്കും നിങ്ങൾക്കും വരാനുള്ളതാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെല്ലാവരും അവിടെ അടുത്തുണ്ടെങ്കിൽ അല്ലാഹു തആല പറയുന്ന ചില വാക്യങ്ങളുണ്ട്. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്, നിങ്ങളാണ് അവന്റെ ചുറ്റടുത്തും നിൽക്കുന്നതെങ്കിൽ അതിനേക്കാൾ അടുത്ത് ഞാനാണ്. വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. നിങ്ങളെക്കാൾ കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ഞാനാണ്. നിങ്ങളാണ് ചുറ്റുഭാഗവും നിന്ന് എൻ്റെ പിതാവിനെ കൊണ്ടുപോകല്ലേ, എൻ്റെ ഉപ്പ എന്നൊക്കെ വിളിച്ചുകൊണ്ട് നമ്മൾ കല്ലുവിളികളോടെ ചോദിക്കുന്നുണ്ട്. തർജിഊനഹാ ഇൻ കുൻതും സാദിഖീൻ. റൂഹിനെ ഞാൻ കൊണ്ടുപോകുകയാണ്, അതിനെ മടക്കി കൊണ്ടുവരാൻ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവാ എന്ന് അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്. ഒരാൾക്കും കൊണ്ടുവരാൻ കഴിയുകയില്ല. ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ فروح وريحان وجنة نعيم. എന്തൊരു മനോഹരാണ് സൂറത്തുൽ വാഖിയയുടെ അവസാനം. സൂറത്തുൽ വാഖിയയുടെ അവസാനമാണ്. എന്തൊരു മനോഹരമായ ആയത്താണെന്നറിയോ? ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൗഹു വറൈഹാനു വജന്നത്തു നഈം. അവന് ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ അവന് ഖുർആനിന്റെ ആളായിരുന്നുവെങ്കിൽ, അവൻ നല്ല വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നുവെങ്കിൽ ഫറൗഹു വറൈഹാൻ, അവൻ ആനന്ദമാണ്, അവന് സന്തോഷമാണ്. അങ്ങനെ പോകുന്ന വിഭാഗത്തിൽ അല്ലാഹു നമ്മെ പെടുത്തുമാറാവട്ടെ. അങ്ങനെ ഖബറിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ
ആളുകളെല്ലാവരും പിരിഞ്ഞു പോരുകയാണ്. ആളുകൾ പിരിഞ്ഞു പോന്നു കഴിഞ്ഞാൽ ഖബറിലേക്കൊരു മലക്ക് വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് ഖബറിലേക്ക് കയറി വരുന്നത്? ഒരു മനുഷ്യരൂപത്തിലൊരാൾ ചെയ്യുന്ന മുൻകർ നക്കീർ അലൈഹിമസ്സലാം വരുന്നതിന് മുമ്പ് ഖബറിലേക്ക് ഒരു മനുഷ്യൻ വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഒരു മനുഷ്യരൂപത്തിൽ ഒരാൾ വരുന്നു. ഖബറിലുള്ള ആളുകളോട് ചോദിക്കുമത്രേ, ഹൽ തഅരിഫുനി, നിനക്കെന്നെ അറിയാമോടാ, നിനക്കെന്നെ അറിയാമോടാ എന്ന് ചോദിക്കുന്നതാണ് അയാൾ. അയാൾ ഉടനെ തന്നെ പറയും, എനിക്കറിയില്ലല്ലോ, നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ, നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പോ ആ മനുഷ്യരൂപത്തിൽ വരുന്ന ആ ആൾ പറയുന്നതാണ്, അനൽ ഖുർആൻ, അനൽ ഖുർആനുല്ലദീ യസ്ഹറത ലൈലക, അനൽ ഖുർആനുല്ലദീ യസ്ഹറത ലൈലക, അനൽ ഖുർആനുല്ലദീ യസ്ഹറത ലൈലക. അർദ്ധരാത്രിയിൽ ഓരോ ആളുകളും കിടന്നുറങ്ങുമ്പോൾ 2 മണിക്കും 3 മണിക്കും 4 മണിക്കും ആളുകൾ എല്ലാവരും ഗാഢനിദ്രയിലായി കൊണ്ടിരിക്കുമ്പോൾ നീ പാരായണം ചെയ്ത ഖുർആനാണ് ഞാൻ, നീ പാരായണം ചെയ്ത ഖുർആനാണ് ഞാൻ. അല്ലാഹു എന്നെ നിന്റെ ഖബറിലേക്ക് പറഞ്ഞയച്ചതാണ്, ഞാൻ ഖുർആനാണ്. എന്തിനാണ് ഞാൻ വന്നതെന്നറിയുമോ? ഖിയാമത്ത് നാൾ വരെ ഇനി നിനക്ക് സന്ധനവുമായി സമാധാനവുമായി ഈ ഖബറിൽ ഞാൻ ഉണ്ടാകുമെന്ന് ആ മനുഷ്യൻ പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഹൈസുൽ ഫതാ യർതഉ ഫീ ളുലുമാതിഹി മിനൽ ഖബ്രി യൽഖാഹു സനം മുതഹല്ലിലാ. ആ ഖബറിന്റെ ഇരുട്ടറയിൽ കിടക്കുമ്പോ ഖുർആൻ സന്ധനവുമായി കയറി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതിന് നമ്മൾ ഖുർആനിന്റെ ആളുകളാവണം, എപ്പോഴും ഖുർആൻ ഓതുന്ന ആളുകളായിരിക്കണം. ഓരോ നിസ്കാരത്തിന്റെയും മുമ്പും ശേഷവും ഈ 2 പേജ് മാത്രം ഓതിയാൽ മതി. ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഖുർആൻ ഖത്മ ചെയ്യാൻ നമുക്ക് കഴിയണം. നമ്മൾ വിചാരിക്കും ഖുർആൻ ഖത്തോദ എന്ന് പറഞ്ഞാൽ, ഖുർആൻ ഖത്മ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊക്കെ നോമ്പിനുള്ളതാണ് ചില ആൾക്കാർ വിചാരിച്ചത്. പല ആൾക്കാരും ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്തിനുള്ളതെന്ന് അറിയോ? അങ്ങനെ ഷെൽഫ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ നല്ല നല്ല ഖുർആനുകൾ ഇങ്ങനെ വെച്ച് വാങ്ങിയിട്ട് വെക്കാനുള്ളതാണ് ചില ആൾക്കാർ വിചാരിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെ പറയാം ആൾക്കാർ വരുമ്പോൾ, ഇത് ഞാൻ 2007 ഹജ്ജിന് പോയപ്പോൾ കൊണ്ടുവന്ന ഖുർആനാണ്, ഇത് 2012 ഞാൻ വന്നപ്പോൾ ഉള്ള വലിയ ഖുർആനാണ്, ഇത് മറ്റേ മദീനത്ത് നിന്ന് എനിക്ക് കിട്ടിയ പ്രസ് നിന്ന് കിട്ടിയ ഖുർആനാണ്, ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടുള്ള ഖുർആൻ. അങ്ങനെ ആരും ഖുർആൻ വെക്കണ്ട. ഖുർആൻ പാരായണം ചെയ്യാനുള്ളതാണ്. ഓരോ നിസ്കാരത്തിന്റെയും ഒരു ജുസ് ഓതൽ, ഒരു ജുസ് എന്ന് പറഞ്ഞാൽ എത്ര പേജാന്ന് നിങ്ങൾക്ക് അറിയോ? എത്ര പേജാന്നറിയോ? ഒരു 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 പേജ്, ഒരു സൈഡ്, ഒരു ഏടിന്റെ ഒരു സൈഡ്, അങ്ങനത്തെ എത്ര സൈഡാണ് ഒരു ജുസ് എന്ന് പറഞ്ഞാല്? 16. സാധാരണ നമ്മളെ ഇന്നത്തെ സാധാരണഗതിയിലുള്ള നമ്മളൊക്കെ ഓതുന്ന മുസാഫ് ഉണ്ടല്ലോ, അതിൽ 20 പേജാണ്. 20 പേജാണ് ഒരു ജുസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ ഓരോ നിസ്കാരത്തിനും ഈ 2 പേജ് കൊടുത്താൽ മതി. എത്ര നിസ്കാരമുള്ളത്? 5 വക്ത് നിസ്കാരമുള്ളത്. സുബഹിന്റെ മുമ്പ് 2, സുബഹിന്റെ ശേഷം 2 മാത്രം മതി. സുബഹിന്റെ മുമ്പ് 2, ശേഷം 2, എത്രയായി? 4ആയി. ളുഹറിന്റെ മുമ്പ് 2, ശേഷം 2, അത് മതി മിനിമം. ഇങ്ങനെ ഓരോ നിസ്കാരത്തിന്റെയും മുമ്പും ശേഷവും ഈ 2 പേജ് മാത്രം ഓതിയാൽ തന്നെ ഒരു മാസാകുമ്പോ ഖത്മായി. ഒരു മാസാകുമ്പോ ഖുർആൻ മുഴുവനായി. നമ്മൾ വിചാരിക്കും ഖത്തം തീർക്കുക എന്നൊക്കെ പറഞ്ഞ പടച്ചോനെ ഇതൊക്കെ കാട ഓതിയിട്ട് ഞാൻ എവിടെ എത്താൻ? ഇത്ര മാത്രം മതി. ചില ആളുകൾ കാണാൻ, ചില ആളുകൾ വയസ്സായ ചില ആളുകൾ കാണാൻ, ചില പള്ളികൾ ചെല്ലുമ്പോ ഇവിടെ ഉണ്ടാവും ഖുർആൻ ഇങ്ങനെ എടങ്ങാറായിട്ട് ഓതുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് കണ്ണ് കാണൂല, കാണാതെ കണ്ണടക്ക് വെച്ച് എങ്ങനെയൊക്കെയോ അലിഫും ബാവും ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഇങ്ങനെ ഓതുന്ന ചില ആളുകൾ ഉണ്ടാകും. അവരെ പറ്റി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്താണെന്നറിയോ? അവരെ പറ്റി ഖുർആൻ യഥാർത്ഥത്തിൽ ഓതാൻ വല്ലദീ യഖറഉൽ ഖുർആൻ വഹുവ മാഹിറും ബിഹി ലഹു അജ്ർ.
ഖുർആൻ മനോഹരമായി ഓതാൻ കഴിയുന്ന ഒരാൾ ഓതുന്നു എന്ന കാരണത്താൽ അയാൾക്ക് ഒരു കൂലിയുള്ളൂ. ഒരക്ഷരം ഓതിയാൽ ഇത്രയെന്നുള്ള കൂലി വേറുണ്ട്. പക്ഷെ ഖുർആൻ ഓതുന്നു എന്ന കാരണത്താൽ അള്ളാഹു വേറെ കൂലി കൊടുക്കും. അത് ഒരു കൂലിയേ ഉള്ളൂ, ഓതാൻ അറിയണവർക്ക്. അറിയാത്ത ആള് വല്ലദീ യഖ്റഉൽ ഖുർആൻ വയതതഅതഉ ബിഹി, എടങ്ങേറായിട്ട് ഓതി പൂർത്തിയാക്കുന്ന, പ്രയാസപ്പെട്ടുകൊണ്ട് ആവർത്തിച്ച് ഓതി പൂർത്തിയാക്കുന്ന ആൾ ലഹു അജ്റാനി മുഹമ്മദുർ റസൂലുള്ളാഹ്, അയാൾക്ക് 2 കൂലി എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഓതി കുറെ കാലം ഓതുമ്പോൾ പിന്നെ നമുക്ക് സ്പീഡിൽ ഓതാൻ കഴിയും. അങ്ങനെയുള്ള ആളുകളെ കാണാം. അങ്ങനെയുള്ള ആളുകളൊക്കെ കണ്ടാ മനസ്സിലാക്കാം അവരൊക്കെ സ്വർഗത്തിലേക്കുള്ള ആളുകളാണ്. അള്ളാഹു കൂലി നൽകപ്പെടുന്നതിൽ ഏറ്റവും കൂടുതൽ കൂലി നൽകുന്നത് പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്കാണ്. ഖുർആൻ നിരന്തരമായി ഓതുന്ന ആളുകളുണ്ടല്ലോ, അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അള്ളാഹു തആല അവരോട് പറയുന്നതാണ്, ഇഖ്റഇൽ ഖുർആൻ, നീ ഖുർആൻ ഓതുക. ഇഖ്റഇൽ ഖുർആൻ, നീ ഖുർആൻ ഓതുക. ഇഖ്റ വർഖ വറത്തിൽ കമാ കുൻത തുറത്തിലു ഫിദ്ദുനിയാ, നീ ദുനിയാവിൽ പ്രയാസപ്പെട്ടുകൊണ്ട് ഖുർആൻ ഓതിയിരുന്ന ആളാണ്, അതുപോലെ നീ ഖുർആൻ ഓതിക്കോ എന്ന് പറയുന്നതാണ്. അവൻ ഓതാൻ തുടങ്ങുന്നു. അങ്ങനെ ഓരോ ആയത്തുകളും ഓതുമ്പോൾ അവന്റെ പദവികൾ സ്വർഗത്തിൽ അല്ലാഹു ഉയർത്തി കൊടുക്കുന്നതാണ്. എവിടെയാണോ അവൻ ഓത്ത് നിർത്തുന്നത് അവിടെയാണ് സ്വർഗത്തിൽ അവന്റെ പദവിയെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനേക്കാൾ വലിയൊരു കൂലി വേറല്ല. നേരത്തെ പറഞ്ഞല്ലോ, ഖുർആനിൽ നിന്ന് ഒരു അക്ഷരം ഓതിയാൽ എത്ര കൂലി? 10 കൂലി. ഒരു അക്ഷരം ഓതിയാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊരാൾ ഓതിയാൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നല്ല, എത്ര അക്ഷരണ്ട്? നമ്മൾ ഡെയിലി ഓതനാണ്, നമ്മൾ കൂട്ടി വെക്കണല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ എത്ര അക്ഷരണ്ട്? ആരാ പറ? അവിടെ ആരെങ്കിലും ഒക്കെ അറിയണമെന്ന് പറയുന്നു, കൂട്ടി വെക്കി. ഉസ്താദന്മാരല്ല കേട്ടോ. എത്ര? 19 അക്ഷരാണ് അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ 19 അക്ഷരണ്ട്. നിങ്ങൾ ഒഴിഞ്ഞിരുന്നിട്ടൊന്ന് മുസാഫിലേക്ക് നോക്കിയിട്ടൊന്ന് എണ്ണി നോക്കുന്നുണ്ട്. 19 അക്ഷരം. നമ്മൾ ഓതിയിട്ട് ഇങ്ങനെ എണ്ണുമ്പോൾ ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. 19 അക്ഷരാണ്. അത് നമുക്ക് എത്ര ടൈമാ വന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സെക്കൻഡുകൾ അത്രേ വന്നിട്ടുള്ളൂ. എത്ര കൂലിയായി? 10 × 19 എത്ര? സ്കൂൾക്ക് പോയില്ല. 10 × 19 എത്ര? വെറും 90 അല്ലല്ലോ, 190. അതിന് നമുക്ക് ഇപ്പൊ എത്ര വന്നിട്ടുള്ളൂ? സെക്കൻഡുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. ഫാത്തിഹ തല മുതൽ അവസാനം വരെ ഒരാൾ ഓതിയാൽ എത്ര കൂലിയുണ്ട്? 150-ലധികം അക്ഷരമുണ്ട് ഫാത്തിഹയിൽ. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും 150 കൂട്ട. ഫാത്തിഹ ഓതാൻ നമുക്കൊരു മിനിറ്റ് വേണ്ട. എത്ര കൂലിയായി? ഈ കൂലി ഇങ്ങനെ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കാൻ. ഞാനൊരു ഉദാഹരണം പറയാം. ഇന്ന് നിങ്ങൾ ഇപ്പൊ പള്ളിയൊക്കെ പുതുതായി ഉണ്ടാക്കി, ആ പള്ളിയുടെ ആരും കാണാത്ത സ്ഥലത്ത് എവിടെയെങ്കിലും ഒരു നോട്ടീസ് നിങ്ങൾ എഴുതി ഒട്ടിക്കുക. എന്തായാലും എഴുതണ്ടേ അറിയോ? നാളെ രാവിലെ 10 മണിക്ക് നമ്മുടെ പള്ളിയിലേക്ക് വരുന്ന ID കാർഡുമായിട്ട് വരുന്ന, ആധാർ കാർഡുമായിട്ട് വരുന്ന ഓരോ ആളുകൾക്കും 10,000 ഉറുപ്യ ഇവിടുന്ന് വിതരണം ചെയ്യുന്നുണ്ട് എന്ന് അവിടെ എവിടെയെങ്കിലും ആരും കാണാത്തോടത്തൊന്ന് കൊണ്ടുപോയി ഒട്ടിച്ചു നോക്കോണ്ടി. പൊട്ടിച്ചാ മതി. നാളെ ഇവിടെ 10 മണിക്ക് ഇവിടെ ഇന്ന് തങ്ങൾ വന്ന കോലൊന്നും ആവില്ല. തങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറാൻ കഴിയില്ല. സംഭവം ശരിയാണ്. അതേപോലെ ഒന്നാവില്ല. അതാരും അറിയാതെ നിങ്ങൾ അവിടെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള വാട്സപ്പിലും ഇല്ല ഫേസ്ബുക്കിലും എല്ലായിടത്തും പ്രചരണം നടത്തി ഈ പരിസര പ്രദേശത്തുള്ള മുഴുവൻ ആൾക്കാരും 10,000 ഉറുപ്യ വാങ്ങാൻ വേണ്ടി ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ടാവും. 10,000 ഉറുപ്യ എന്ന് പറഞ്ഞാൽ അത് പോകാൻ എത്ര പണിയൊന്നുമില്ല. നമ്മളൊരു മിനിറ്റ് കൊണ്ട് ഇപ്പൊ എത്ര ഉണ്ടാക്കിയത്? ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് 10,000-ഉം ലക്ഷങ്ങൾ ഉണ്ടാക്കാം അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതിയാൽ. പിന്നെ ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? മറ്റേത് 10,000 ഉറുപ്യ ID കാർഡ് ഇങ്ങോട്ട് കാണിച്ചു കൊടുത്താൽ കാശ് ഇങ്ങോട്ട് കൊടുക്കാൻ,
കിറ്റ് കൊടുക്കുകയാണെങ്കിൽ ഓണത്തിന്റെ കിറ്റ് കൊടുക്കേണ്ട പറയുമ്പോൾ പിന്നെ ID കാർഡ് കാണിച്ചു കൊടുത്താൽ കിറ്റ് കൈ കിട്ടാണ്. പക്ഷെ ഇത് കൈ കിട്ടൂല, ഇത് അക്കൗണ്ട് ലോക്കാണ്. അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഖുർആനിൽ നിന്ന് എത്ര ഓതിയാൽ അവന് ഇത്ര കൂലിയുണ്ട് എന്നുള്ളത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. മുഖ്യമന്ത്രിന്റെ വാഗ്ദാനമല്ല, പ്രധാനമന്ത്രിയുടെ വാഗ്ദാനമല്ല, രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വാഗ്ദാനമാണ്. എന്നിട്ടെന്തേ നമുക്കതിന് നേരമില്ലാത്തത്? എന്നിട്ടെന്തേ നമുക്ക് അതിന് നേരമില്ലാത്തത്? യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ കാണുന്നത് കൊണ്ട് മാത്രം വിശ്വസിക്കുന്നവരല്ല. ഞാൻ എൻ്റെ തുടക്കം തന്നെ പറഞ്ഞു, നമ്മൾ അള്ളാഹുവിനെ കണ്ടിട്ടില്ല, കാണാത്തത് കൊണ്ട് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂനസ് സലാ. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, കാണാത്തത് കൊണ്ട് വിശ്വസിക്കുന്നവരാ. നമ്മൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടില്ല, പ്രവാചകന്മാരെ കണ്ടിട്ടില്ല, അവിടുത്തെ അനുചരന്മാരെ കണ്ടിട്ടില്ല, നമ്മൾ താബിഈകളെ കണ്ടിട്ടില്ല, താബിഈകളെ കണ്ടിട്ടില്ല. അവരൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു. ഖിയാമത്ത് നാൾ നമ്മൾ കണ്ടിട്ടില്ല, നരകം നമ്മൾ കണ്ടിട്ടില്ല, സ്വർഗവും കണ്ടിട്ടില്ല. പക്ഷേ അതിലൊക്കെ നമുക്ക് വിശ്വാസമുണ്ട്. അങ്ങനെയാണ് ഒരു വിശ്വാസിയുടെ മനസ്സുണ്ടാവേണ്ടത്. അള്ളാഹു വാഗ്ദാനം ചെയ്തത് നാളെ ആഖിറത്തിലെത്തുമ്പോഴാണത് കാണുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിൽ എവിടെ നമ്മൾ പരിശോധിച്ചു നോക്കിയാലും കണ്ടതിനേക്കാൾ, കണ്ണിന് പവർ കൊടുക്കുന്നതിനേക്കാൾ, കണ്ണിന് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ അള്ളാഹു കാതിനാണ് പ്രാധാന്യം കൊടുത്തത്. കാതിനാണ് പ്രാധാന്യം കൊടുത്തത്. കണ്ണിനെയും കാതിനെയും പറ്റി ഖുർആൻ എവിടെ പറഞ്ഞു? അവിടെ ആദ്യം പറയുന്നത് എന്താ? ഫജഅൽനാഹു സമീഅൻ ബസീറാ. മനുഷ്യനെ അല്ലാഹു തആല കേൾവിയുള്ളവനും കാഴ്ചയുള്ളവനുമാക്കി എന്നാണ്, കാതുള്ളവനും കണ്ണുള്ളവനുമാക്കി എന്നാണ്. കാരണം എന്താ? നമ്മൾ കേട്ടതുകൊണ്ട് വിശ്വസിക്കുന്നവരാണ്, കണ്ടതുകൊണ്ട് മാത്രം വിശ്വസിക്കുന്നവരെന്ന് പറയുന്നത് ആധുനിക യുഗത്തിലുള്ള മെറ്റീരിയലിസ്റ്റുകൾ എന്ന് പറയുന്ന വിഭാഗമാണ്. അവർക്ക് കണ്ടത് മാത്രമേ വിശ്വാസമുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്കുള്ളതിൽ വിശ്വാസമില്ല. നമ്മൾ അങ്ങനെ ആയിപ്പോയിക്കൊണ്ടിരിക്കാൻ, നമ്മുടെ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ അതിഭൗതികതയിൽ മുങ്ങിക്കുളിക്കാൻ, അവർക്ക് അള്ളാഹുവിലുള്ള വിശ്വാസങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരെല്ലാവരെയും ഖുർആനിലേക്ക് നമ്മൾ വിളിക്കുക, അവരെല്ലാവരെയും ഖുർആനിന്റെ തണലിലേക്ക് കൊണ്ടുവരിക. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഏതായാലും തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായി അമലാക്കി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. പ്രത്യേകമായി ദുആ ചെയ്യുവാൻ വേണ്ടി എന്നെ പല കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ. 1-2 വാക്ക് സംസാരിച്ചുകൊണ്ട് നമുക്ക് ചെറിയ ഒരു ദുആ നടത്തിക്കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.